السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحابه وأتباعه الفائزين برضا الله. أما بعد. സ്നേഹമുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ 100ാം വാർഷിക സമ്മേളനത്തിന്റെ പ്രഖ്യാപന സമ്മേളനം 2023 ഡിസംബർ 30 കാസർഗോഡ് വെച്ച് വിപുലമായ രീതിയിൽ നാം ആഘോഷിച്ചത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. എന്നാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഒരാൾ അതിൻ്റെ പ്രസിഡൻ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹോട്ടലിൽ നിന്നും ചായ കുടിച്ചതിന് ശേഷം കാശ് ഞാൻ കൊടുക്കുക എന്ന് പറയും പോലെ എല്ലാവരും സമസ്തയുടെ 100ാം വാർഷികം ആഘോഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരിഹരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ കാണാനിടയായി. അപ്പോൾ അത് കാണുമ്പോൾ ഇവിടെ എന്താണ് സമസ്തയുടെ ചരിത്രം, സമസ്ത എങ്ങനെയാണ് മുന്നോട്ട് വന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഇളം തലമുറ ഒന്ന് പഠിക്കൽ ആവശ്യമാണ്. അവിഭക്ത സമസ്തയിൽ എല്ലാവരും കൂടെ യോജിച്ചു നിന്നിരുന്ന 1985 നടന്ന സമ്മേളന സമയത്ത് സമസ്തയുടെ ഏറ്റവും ചെറിയ കീഴ്ഘടകമായ താലൂക്ക് കമ്മിറ്റിയിൽ പോലും മെമ്പർഷിപ്പ് ഉണ്ട് എന്ന് പറയാൻ പറ്റാത്ത ഒരാളാണ് ഇതൊക്കെ പറയുന്നത് എന്നതുകൂടെ നാം ഉൾക്കൊള്ളണം. ചരിത്രത്തിൻ്റെ വസ്തുത അങ്ങനെയാണ്. മനസ്സിലാക്കുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത് പിളർന്നിട്ടുണ്ട്, അത് രണ്ടായിട്ടുണ്ട്, 2 സമസ്തയുണ്ട് എന്നൊക്കെയാണ്. അവരുടെ അറിവിലേക്കായി ചില വസ്തുതകൾ ഇവിടെ കുറിക്കുകയാണ്. 1926 ഒരുപാട് കൂടിയാലോചനകൾക്കും അന്വേഷണങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ ശേഷം മഹാന്മാരായ പണ്ഡിതന്മാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടനയ്ക്ക് രൂപം നൽകുന്നത്. ആ സംഘടനയുടെ ലക്ഷ്യം ഇസ്ലാമിക സമൂഹത്തിന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലായി അടിയുറച്ച് നിൽക്കാനുള്ള എല്ലാവിധ പോഷകങ്ങളും നൽകുക, ബിദ്അത്തുകാരെ പ്രതിരോധിക്കുക, അവരുമായി എല്ലാ നിലക്കും ബന്ധം വെടിഞ്ഞു നിൽക്കുക എന്ന ഏറ്റവും ഉദാത്തവും നാളിതുവരെയായി ഇസ്ലാമിക സമൂഹം പുലർത്തിപ്പോന്നതുമായ ആ ചട്ടക്കൂട് ഒന്ന് കർശനമാക്കി അവതരിപ്പിക്കുക, അതിലേക്ക് ജനങ്ങളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ 26 രൂപീകരിക്കുന്നത്. അങ്ങനെ അന്ന് രൂപീകരിക്കുന്ന സമയത്ത് സമസ്ത എന്ന നാമമില്ല. പിന്നീട് അതിൻ്റെ പേരിൽ അവകാശവാദങ്ങൾ കള്ള രജിസ്ട്രേഷനിലൂടെ പലരും നടത്തിയപ്പോൾ അവിടെ ഒരു പേര് മാറ്റം ആവശ്യമായി വന്നു. പേരിനോട് കൂടെ ഒരു വർദ്ധിത പേര്, അഥവാ അങ്ങനെയാണ് സമസ്ത എന്നും കൂടി അതിനോട് കൂടെ കൂട്ടിച്ചേർത്തത്. അങ്ങനെ ഈ സംഘടന രജിസ്റ്റർ ചെയ്യുന്നത് ഭരണഘടനയൊക്കെ രൂപീകരിച്ച് 1934 ആ സമസ്തക്ക് അന്ന് കൊടിയൊന്നും ഉണ്ടായിരുന്നില്ല. 1947 ബഹുമാനപ്പെട്ട സമസ്തയുടെ സ്ഥാപിത നേതാക്കളിൽപ്പെട്ട ഒരു പ്രധാന പ്രമുഖനായിരുന്ന ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ഷാലിയാത്തി മഹാനവറുകൾ കൊണ്ടുവന്ന ഉത്തരേന്ത്യയിലൊക്കെ ഉപയോഗിച്ചു വരുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ദേശീയ അടിസ്ഥാനത്തിലുള്ള ഒരു കൊടി കൊണ്ടുവരികയും അതിൽ കുറഞ്ഞ ഭേദഗതി വരുത്തിക്കൊണ്ട് ആ കൊടി സ്വീകരിക്കാമെന്ന് തീരുമാനത്തിലെത്തുകയും അങ്ങനെ ആ തീരുമാനം 63 സമസ്തയുടെ ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്ന കൊണ്ടു നടക്കുന്ന നമുക്ക് മാത്രം അവകാശപ്പെട്ട കൊടി അംഗീകരിക്കുന്നത്. അതിനു മുമ്പ് സമസ്തക്ക് പതാകയില്ല. പതാകയുടെ ചർച്ച തന്നെ കൊണ്ടുവന്നതിന് ശേഷം ധാരാളം കാലം നീണ്ടുപോയി. അങ്ങനെ 63 ആ പതാക അംഗീകരിക്കുന്നത്. അങ്ങനെ ബിദ്അത്തുകാരെ പ്രതിരോധിക്കുക, അവരുമായി യാതൊരു കോംപ്രമൈസും ഒരു വിഷയത്തിനും ഇല്ലാത്ത രീതിയിൽ കൊണ്ടു നടക്കുക എന്ന രീതിയിൽ അതിലേക്ക് സാമാന്യ ജനങ്ങളെ നയിക്കുക, അതുവഴി ബിദ്അത്ത് ഈ സമൂഹത്തിൽ വളരാതിരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടത്. അതിന് മുന്നിൽ നിന്ന പണ്ഡിതന്മാരൊക്കെ നമുക്കറിയാം. വരക്കൽ മുല്ലക്കോയ തങ്ങൾ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അബ്ദുൽ ബാരി മുസ്ലിയാർ, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, അതുപോലെ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, സദഖത്തുള്ള മുസ്ലിയാർ തുടങ്ങിയ പ്രഗത്ഭരായ ആളുകളാണ് അത് രൂപീകരിക്കാൻ വേണ്ടി അന്ന് മുന്നിട്ടിറങ്ങി വന്നത്.
അങ്ങനെ ആ ലക്ഷ്യത്തോടു കൂടെ ധാരാളം കാലം 50 വർഷത്തോളം ഏകദേശം ആ ലക്ഷ്യത്തിൽ തന്നെ അത് മുന്നോട്ട് പോയി. അതിനുശേഷം ഏതൊരു സംഘടനക്കും ഉണ്ടാകുന്നത് പോലെയുള്ള പുഴുക്കുത്തുകൾ സമസ്തയെയും ബാധിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അത് ശരിയായിരുന്നു. 1970-കളുടെ അവസാനം 80-കളുടെ ആദ്യത്തിലായിക്കൊണ്ട് സമസ്തയുടെ ഈ കീഴ്വഴക്കങ്ങളെയും സമസ്തയുടെ നയങ്ങളെയും, അഥവാ തെർക്കുൽ മുവാലാത്ത് എന്നതാണ് സമസ്തയുടെ ഒരു പ്രധാന അജണ്ട. ബിദ്അത്തുകാർ വളരാതിരിക്കാൻ അവരെ എല്ലാ നിരക്കും വർജിക്കുക. ഇത് ഇസ്ലാമിൻ്റെ ഒരു അംഗീകാര തത്വമായി നാളിതുവരെയും പുലർത്തിപ്പോന്നതാണ് ലോകതലത്തിലുള്ള ഇസ്ലാമിക സമൂഹം. ആ തെർക്കുൽ മുവാലാത്തിൽ ഒരു വെള്ളം ചേർക്കണം. രാഷ്ട്രീയക്കാർക്കും സമസ്തയിൽ കടന്നുകൂടണം. അവിടെ കടന്നുകൂടുമ്പോൾ അവർ എല്ലാവരും കൂടി ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളായിരിക്കും. അപ്പോൾ അവർക്ക് നിയമത്തിൽ കുറച്ച് ഭേദഗതി വേണം, മാറ്റം വേണം, ഇളവ് വേണം എന്നൊക്കെ സിദ്ധാന്തിക്കുന്ന രീതിയിൽ 70-കളിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ രാഷ്ട്രീയപരമായുള്ള ചില വിധേയത്വങ്ങൾ ചിലർക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. അതുകൊണ്ട് തന്നെ നിർബന്ധിത സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കുന്ന ചില ആളുകളെ സമസ്തയിലെ യോഗങ്ങളിലൊക്കെ വിളിക്കപ്പെടേണ്ട അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെയാണ് സമസ്ത രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നത്. രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന രാഷ്ട്രീയത്തിലേക്ക് ചായുന്ന ഒരു അവസ്ഥ സമസ്തയുടെ ഭാഗത്തിൽ നിന്നും ഉണ്ടാകുന്നത്, അഥവാ നേതൃത്വം ഫുള്ളായിട്ട് അങ്ങനെ അല്ലെങ്കിലും അതിൽപ്പെട്ട ചില ആളുകൾ ആ രീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഇങ്ങോട്ട് പോരുന്ന ആ സമയത്ത് പണ്ഡിതന്മാർക്കിടയിൽ ഇടയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ചില ആളുകളുടെ ഉയർച്ചയിലും വളർച്ചയിലുമൊക്കെ മറ്റുള്ള പലർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി, പല ആരോപണങ്ങളും വന്നു. അങ്ങനെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ സമസ്ത മുശാവറ തന്നെ തീരുമാനിച്ചു ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തീർക്കണം. തീർന്നിട്ട് മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ നമ്മൾ ഒറ്റക്കെട്ടാണെന്ന് തെളിയിക്കണം. മാത്രമല്ല ശരീഅത്തിനെതിരെയൊക്കെ വിവിധ വാദഗതികളും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണം. അതിനുവേണ്ടി സമസ്ത മാത്രമാണ് കേരളത്തിലുള്ള ശക്തി, മുസ്ലിം ശക്തി എന്ന് ബോധ്യപ്പെടുത്തണം എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് സമസ്തയുടെ 60-ാം വാർഷിക മഹാസമ്മേളനം നടത്തുകയുണ്ടായി കോഴിക്കോട് വെച്ച്. 1985 ഫെബ്രുവരി 1, 2, 3 തീയതികളിലാണ് ആ സമ്മേളനം നടന്നത്. ഒരുപാട് തവണ അതിൻ്റെ ഡേറ്റും തീരുമാനങ്ങളൊക്കെ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും 1-2 വർഷം മുമ്പ് തന്നെ നടത്തേണ്ട സമ്മേളനമായിരുന്നു. അതുകൊണ്ടാണ് അവസാനം 1985 ഫെബ്രുവരി 1, 2, 3 തീയതികളായി നടത്തേണ്ടി വന്നത്. അങ്ങനെ നടത്തി. ആ ഫെബ്രുവരി 3-ന്റെ സമാപന സമ്മേളനത്തിൽ വളരെ വ്യക്തമായും അതുവരെ കേരളം ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ മതസംഘടനക്കോ കാണാത്ത ജനാവലി തടിച്ചുകൂടുകയും മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ സമസ്തക്കാണ് എന്ന് അതിന്റെ ഉത്തരവാദപ്പെട്ടവർ അതിൽ വെച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ രാഷ്ട്രീയക്കാർക്ക് ഹാലിളകി. സമസ്തയെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, സമസ്തയെ നമ്മുടെ ചൊൽപ്പടിക്ക് കീഴിൽ നിർത്തണം, എങ്കിൽ മാത്രമേ നമുക്ക് അഡ്രസ് ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ രാഷ്ട്രീയക്കാർ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് സമസ്തയെ കൊണ്ടുപോകാനുള്ള ചരടുവലികളാണ് പിന്നെ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ സമസ്തയുടെ പൂർവികമായ ആശയങ്ങളിൽപ്പെട്ട പലതും ബലി കഴിക്കുന്ന ഒരവസ്ഥ സമസ്തയുടെ ഉത്തരവാദപ്പെട്ട ആളുകളിൽ നിന്ന് തന്നെ ഉണ്ടായി. ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് തന്നെ അങ്ങനെയുള്ള നീക്കങ്ങൾ ഉണ്ടായി. അതിന് പ്രധാനമായിട്ടും സമ്മേളനം കഴിഞ്ഞ ഉടനെ തന്നെ ആ ഷാബാനു കേസ് പ്രശ്നം വന്നപ്പോൾ സമസ്ത തീരുമാനിച്ചു സമസ്തയുടെ ശബ്ദമാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ശബ്ദമെന്ന് എല്ലാവരും ഈ സമ്മേളനത്തോടുകൂടെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് സമസ്തയുടെ ഔദ്യോഗികമായ ഒരു സംഘം പ്രധാനമന്ത്രിയാവുന്ന രാജീവ് ഗാന്ധിയെ ചെന്ന് കണ്ട് ശരീഅത്തിന്റെ ശരിയായ വശങ്ങളും അത് മുസ്ലിം സമുദായത്തിന്റെ വികാരങ്ങളും എങ്ങനെയായിരിക്കണം തീരുമാനമെന്നുമെല്ലാം അറിയിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് സമസ്തയുടെ എക്കാലത്തെയും ചാലകശക്തികളായിരുന്ന 3 ആളെ, ആ 3 ആൾ സമസ്തയിൽ വന്നതിന് ശേഷം 3 ആളും സജീവമായിരുന്നു. അങ്ങനെയുള്ള 3 ആളുകളെ പോകാൻ വേണ്ടി തീരുമാനിക്കുകയും ആ തീരുമാനത്തിൽ ഒന്ന് ജനറൽ സെക്രട്ടറി ഉണ്ട്, ഒന്ന് ജോയിന്റ് സെക്രട്ടറി ഉണ്ട്, ഒന്ന് വൈസ് പ്രസിഡന്റ് ഉണ്ട്. ഇങ്ങനെ 3 ആളുകൾ പോകാൻ വേണ്ടി തീരുമാനിച്ച വാർത്ത പുറത്തു വന്നതോടെ മുസ്ലിം രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ അങ്കലാപ്പായി. കാരണം മുസ്ലിം സമുദായത്തിന്റെ മൊത്തക്കുത്തക കേരളത്തിലുള്ളത് ഞങ്ങളുടെ കയ്യിലാണെന്ന് മനസ്സിലാക്കി നടക്കുന്ന അവർക്ക് ഡൽഹിയിലേക്ക് കേരളത്തിന്റെ മുസ്ലിം പ്രതിനിധികളായി ഇങ്ങനെ 3 ആളുകൾ ചെന്നാൽ ഈ സമ്മേളനമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ലോകം മീഡിയകളൊക്കെ അത് കവർ ചെയ്ത സ്ഥിതിക്ക് ഞങ്ങളുടെ അഡ്രസ്സ് ഇവിടെ ഇല്ലാതെയാകും, കേവലം 2 ആൾ അങ്ങോട്ട് പറഞ്ഞേക്കേണ്ടത് തന്നെ ഇല്ലാതെയാകും എന്ന ഭയപ്പാടോ മറ്റോ ആകാം.
അവർ ശക്തമായും ഈ വിഷയത്തിൽ ഇടപെട്ട് അന്ന് ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ച ജനറൽ സെക്രട്ടറിയെ കയ്യിലൊതുക്കുകയും സമസ്തയുടെ തീരുമാനം അറിയിക്കാൻ വേണ്ടി ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ച യാത്രയെ റദ്ദ് ചെയ്തുകൊണ്ട് അക്കാലമത്രയും സമസ്തയും നേതാക്കന്മാരും എല്ലാം പുലർത്തിപ്പോന്ന തർക്കുൽ മുവാലാത്ത് നദ്വിയുടെയും മറ്റു വഹാബികളുടെയും ഒക്കെ കൂടെ പങ്കെടുത്തുകൊണ്ട് ജനറൽ സെക്രട്ടറി കാറ്റിൽ പറത്തി. അതോടുകൂടെ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തിൽ നിന്നും അതുവരെ കേൾക്കാത്ത, അഥവാ സമസ്തയുടെ സ്ഥാപകരായ പാങ്ങിൽ, ഷാലിയാത്തി, കുത്തുബി തുടങ്ങിയ ആളുകളൊന്നും പറഞ്ഞു കേൾക്കാത്ത ദീനും ലീഗും ഒന്നാണ്, രാഷ്ട്രീയമാകാം, സമസ്തക്ക് രാഷ്ട്രീയമില്ല, അതേസമയം ആളുകൾക്ക് രാഷ്ട്രീയമാകാം, എന്നിട്ട് ആളുകളുടെ രാഷ്ട്രീയം സമസ്തയിലേക്ക് സ്വാധീനിക്കാം എന്നാണ് അവർ വിചാരിച്ചത്. അങ്ങനെയൊക്കെയുള്ള രീതിയിലും ലീഗ് ഓഫീസുകൾ സുന്നത്ത് ജമാഅത്ത് കേന്ദ്രം തന്നെ, ലീഗ് ഓഫീസൊക്കെ സുന്നി കേന്ദ്രമാണ്. ഇങ്ങനെയുള്ള പഴയകാല സമസ്ത ഉണ്ടാക്കുമ്പോൾ ഉദ്ദേശിക്കാത്ത, ആ നേതാക്കന്മാർ സ്വപ്നം പോലും കാണാത്ത കാര്യങ്ങൾ ജനറൽ സെക്രട്ടറി സ്വന്തമായി പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുകയും ഇങ്ങനെ തർക്കുൽ മുവാലാത്ത് ബലികഴിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയും ഒരുപാട് വിഷയങ്ങളിൽ വ്യതിചലനങ്ങൾ സംഭവിക്കുകയും ചെയ്തപ്പോൾ അതിന് തടയിടണമെന്ന് സുന്നി പ്രവർത്തകന്മാർക്കെല്ലാം ആഗ്രഹമുണ്ട്. പക്ഷേ വലിയ രാഷ്ട്രീയ ശക്തി അപ്പുറത്ത് പിന്തുണക്കാനുണ്ട്. ഇവരുടെ പിന്നിൽ തന്നെ ഇവരെ പിന്തുണക്കാൻ കുറെ രാഷ്ട്രീയ ജ്വരം ബാധിച്ച പണ്ഡിതന്മാരുമുണ്ട്. ആ സമയത്ത് അത് വളരെ ശുഷ്കമായ, വളരെ ദുഷ്കരമായ ഒരവസ്ഥയായിരുന്നു. ദുഷ്കരമായി മുന്നോട്ട് പോകാനേ അന്ന് പറ്റുമായിരുന്നുള്ളൂ. ഏതായാലും ആ സമയത്ത് ഒരുപാട് നീക്കങ്ങൾ നടന്നു. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്നവരെ ഒക്കെ സമസ്തയിൽ നിന്ന് പുറത്താക്കേണ്ട തീരുമാനത്തിലേക്ക് വരെ ലീഗിന്റെ ഓഫീസിൽ പോയി തീരുമാനമെടുക്കുന്ന അവസ്ഥയുണ്ടായി. ലീഗിന്റെ ഓഫീസിൽ വെച്ച് തന്നെ സമസ്തയുടെ ഉത്തരവാദപ്പെട്ട നേതാവിനെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് അന്ന് ലീഗിന്റെ വലിയ നേതാവായിരുന്ന ഉമർ വാഫക്കി തങ്ങൾ അടക്കമുള്ള ആളുകൾ പറയുകയാണ്, 1998 അത് സമസ്ത സമ്മേളനം കഴിഞ്ഞതിന് ശേഷം 4 വർഷങ്ങൾ പിന്നിട്ട് അതിന്റെ ഇടയിൽ ഒരുപാട് ഇതുപോലത്തെ അസ്വരസ്യങ്ങൾ ഉണ്ടായി. ലീഗും ദീനും ഒന്നാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് വിഘടിച്ച് നിൽച്ചു. പക്ഷേ രണ്ടും രണ്ടായി നിൽക്കുന്നില്ല, വിഘടിച്ച് നിന്നിട്ടില്ല. എല്ലാം ഒരേ സംഘടനയിൽ തന്നെ, ഒരേ സംഘടനയിൽ നിന്നുകൊണ്ട് തന്നെ ജനറൽ സെക്രട്ടറി തന്നിഷ്ടപ്രകാരം സമസ്തയുടെ തീരുമാനങ്ങൾ മുഴുവനും കാറ്റിൽ പറത്തുന്നു, തർക്കുൽ മുവാലാത്ത് വെടിയുന്നു. അപ്പുറത്തുള്ള ആളുകൾക്ക് തർക്കുൽ മുവാലാത്ത് ഒരു പ്രശ്നമല്ല, അഖ്ലാഖിൽ ഉണ്ടായിരുന്ന വഹാബികൾക്കൊന്നും സലാം ചെല്ലാൻ പാടില്ല എന്ന പാഠപുസ്തകം മാറ്റുന്നു. പാഠം മാറ്റാൻ തന്നെ ഉദ്ദേശിച്ചിരുന്നു. ആദ്യം പാഠം മാറ്റിയ പ്രശ്നം വിചാരിച്ചാണ്ട് ബുക്ക് തന്നെ മാറ്റുന്നു. ആ ബുക്കിൽ നിന്ന് അതൊക്കെ ഒഴിവാക്കുന്നു. അങ്ങനെയുള്ള വ്യതിചലനങ്ങൾ കണ്ടപ്പോൾ സുന്നി പ്രവർത്തകന്മാർ വളരെയധികം വിഷമിച്ചു. ആ സമയത്താണ് ഒരുപാട് മാറ്റങ്ങൾ ഈ സമസ്തയിൽ വേണം. കാരണം സമസ്തയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് അതിന്റെ ഉത്തരവാദപ്പെട്ട പലരും അതിനെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി അപഥസഞ്ചാരത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു മാറ്റം വേണം. പക്ഷെ മാറ്റത്തിന് എന്ത് മാർഗമുണ്ട്? ഉത്തരവാദപ്പെട്ടവർ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അവരെ പറഞ്ഞ് ഉപദേശിക്കാൻ പറ്റിയവരൊന്നും ഇല്ലതാനും, ഉപദേശിച്ചാൽ ഉപദേശം സ്വീകരിക്കുന്നവരുമല്ല. ആ സമയത്താണ് വളരെയധികം പ്രയാസപ്പെട്ട ആ സമയത്ത് സമസ്തയുടെ ഈ നീക്കങ്ങൾ ശരിയല്ല എന്നും ഒക്കെ കണ്ട് പ്രവർത്തകന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും 4 വർഷത്തോളം അയറാഫിലായിട്ട്, സ്വർഗത്തിലല്ല നരകത്തിലല്ലാത്ത രീതിയിൽ അയറാഫിലായി നിൽക്കേണ്ടി വന്നു. കാരണം സമസ്ത സമ്മേളനം കഴിഞ്ഞ ആ 4 വർഷം, 85 മുതൽ 89 വരെയുള്ള വർഷം ഇങ്ങനെയുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സംഘടനയിൽ നിന്നുകൊണ്ട് തന്നെ വീഴ്പ്പലക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനമായി യുവജന സമ്മേളനം എറണാകുളത്ത്, SYSന്റെ സമ്മേളനം എറണാകുളത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചു. അത് അവിടെ നടത്താൻ തീരുമാനിച്ചത് ഇവിടെ മലബാറിലുള്ളതുപോലെയുള്ള സുന്നി ശക്തിയും സ്ട്രോങ്ങും സംഘടനാ ശേഷിയും അവിടെ ഇല്ല. അവിടെയും സമസ്തക്ക് അഡ്രസ് ഉണ്ടാകണം, സമസ്തയുടെ നേതൃത്വത്തിൽ അവിടുത്തെ ആളുകളൊക്കെ വരണം, സുന്നികൾ വരണം എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അവിടെ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത്. പക്ഷെ അവിടെയും സമ്മേളനം നടത്താൻ പാടില്ല എന്ന് രാഷ്ട്രീയക്കാർക്ക് നിർബന്ധമുണ്ട്. കാരണം സമസ്തയുടെ ഉപഘടകങ്ങൾ എവിടെയും പന്തലിക്കുന്നത് തങ്ങളുടെ രാഷ്ട്രീയ ഇംഗിതത്തിനും തങ്ങളുടെ തർക്കുൽ മുവാലാത്ത് എന്ന് പറയുന്ന ആ സമസ്തയുടെ നയം പുലർത്തിയാൽ ഞങ്ങളുടെ പാർട്ടി തന്നെ തകർന്നു പോകുമെന്നുള്ള ബേജാറ് കൊണ്ടോ മറ്റോ ആവാം. അവര് എവിടെയും സമ്മേളനം പിന്നെ നടക്കരുത് എന്ന നിലക്ക് ആദ്യമായി നടക്കാനിരിക്കുന്ന 89 നടക്കാനിരിക്കുന്ന എറണാകുളം സമ്മേളനം നടക്കുന്നത് 1989 ജനുവരി 19 മുതൽ 22 വരെയുള്ള ദിവസങ്ങളിലാണ്.
ഈ ദിവസങ്ങളിലാണ് സമ്മേളനം നടക്കുന്നത്. അപ്പോൾ ആ സമ്മേളനം നടക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ലീഗ് ഓഫീസിൽ ഉത്തരവാദപ്പെട്ടയാളെ വിളിച്ചു വരുത്തി 3 തീരുമാനങ്ങളാണ് രാഷ്ട്രീയക്കാർ ഇവർക്ക് ഓതിക്കൊടുക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയക്കാർ ഓതിക്കൊടുത്ത തീരുമാനം, ഒന്ന്, എറണാകുളം സമ്മേളനം അവിടെ നടത്താൻ പാടില്ല, അവിടെ സുന്നി ശക്തി ഉണ്ടാകാൻ പാടില്ല. മറിച്ച് ആ സമ്മേളനം നടത്തുകയാണെങ്കിൽ ആ SYSനെ സമസ്ത പിരിച്ചുവിടണം. അതോടുകൂടെ മൂന്നാമത്തെ തീരുമാനം, ആ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നവരെ പിരിച്ചുവിടുകയും വേണം, സമസ്തയിൽ നിന്ന് ഒഴിവാക്കുകയും വേണം. ഇങ്ങനെ മൂന്ന് വ്യവസ്ഥകളായിരുന്നു ലീഗ് ഓഫീസിൽ നിന്നും നേതാവിന് നൽകിയത്. നേതാവ് അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും അങ്ങനെ മുഷാവറ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ പണ്ഡിതന്മാരിൽപ്പെട്ട പലരും വിദേശത്താണ്. ആ സമയത്ത് എന്ന് വെച്ചാൽ ശരിക്കും സുന്നത്തുമായതിനു വേണ്ടി പ്രവർത്തിക്കുന്ന AP ഉസ്താദ് അടക്കമുള്ള MA ഉസ്താദ് അടക്കമുള്ളവരൊക്കെ വിദേശത്താണ്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ അവർ മുഷാവറ വിളിച്ചുകൊണ്ട് ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു അവർ. അങ്ങനെ ആ വിഷയം അറിഞ്ഞപ്പോൾ ആൺകുട്ടികളിൽ വെച്ച് ഏറ്റവും വലിയ ആൺകുട്ടി, ധീരതയിൽ വെച്ച് ഏറ്റവും ധീരത, സമസ്തയിലെ ഉപഘടകങ്ങളിലുമായി ഇതുവരെ ഉണ്ടായിരുന്ന ധീരന്മാരിൽ ധീരൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടത്. കോഴിക്കോട് ജില്ലാ സമസ്ത കേരളയുടെ സെക്രട്ടറി ആയിരുന്ന ബഹുമാനപ്പെട്ട TC മുഹമ്മദ് മുസ്ലിയാർ എല്ലാ സുന്നി പ്രവർത്തകരും നോട്ട് ചെയ്ത് വെച്ച് ഒരാഴ്ചയിലെങ്കിലും ഒരു ഫാത്തിഹ ഓതി അദ്ദേഹത്തിന് അതിയ ചെയ്യേണ്ടവരാണ്, നമ്മൾ കടപ്പെട്ടവരാണ്. കാരണം പ്രതിസന്ധികളിൽ നിന്ന് ഈ സംഘടനയെ പിടിച്ചുയർത്തുന്ന വിഷയത്തിൽ ഇന്ന് സമസ്ത എന്ന് അടിസ്ഥാനപരമായി പറയുവാനും ആ സുന്നി ശക്തി ഉയർത്തിപ്പിടിക്കുവാനുമുള്ള അഡ്രസ്സ് നമുക്ക് ഉണ്ടാക്കി തന്ന ഊർജത്തിന്റെ സ്രോതസ് ബഹുമാനപ്പെട്ട TC മുഹമ്മദ് മുസ്ലിയാരാണ്. അദ്ദേഹം എന്ത് ചെയ്തു? സമസ്തയുടെ ഈ അബദ്ധസഞ്ചാരം ശരിയല്ല, സമസ്തയുടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സമസ്തയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കളുടെ ഈ നീക്കങ്ങളും ആ നീക്കത്തിലേക്ക് സമസ്തയെ വലിച്ചു കൊണ്ടുപോകുന്നു എന്നും കണ്ടപ്പോൾ സമസ്ത മുഷാവറ ചേർന്നാൽ ഈ തീരുമാനമാണ് എടുക്കാനിരിക്കുന്നത്, രാഷ്ട്രീയക്കാരുടെ ഉപദേശം മുഷാവറയിലൂടെ നടപ്പിലാക്കുക എന്ന കാലമത്രയും കേട്ടുകേൾവിയില്ലാത്ത തീരുമാനമാണ് വരാനിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം സമസ്തയുടെ ഇതുവരെയുള്ള കാലഘട്ടങ്ങളിൽ 70-ന് ശേഷം ഒരു ജനറൽ ബോഡി പോലും ചേർന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഏത് സൊസൈറ്റീസ് ആക്ട് അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഏത് സംഘടനയ്ക്കും നിശ്ചിത കാലാവധി കൂടിയിട്ട് ജനറൽ ബോഡി ചേരണമെന്നും ആ ജനറൽ ബോഡി ചേർന്നിട്ട് പുതിയ സംഘടന പുതിയ കമ്മിറ്റി ഉണ്ടാക്കണമെന്നും ആ കമ്മിറ്റിയുടെ അടക്കമുള്ള പുതിയ കമ്മിറ്റിയുടെ രജിസ്ട്രേഷൻ പുതുക്കണമെന്നും ഒക്കെ നിയമമുണ്ട്. ആ നിയമമൊന്നും പാലിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പൊ ഈ സമസ്തയുടെയും അതിന്റെ ജനറൽ സെക്രട്ടറിയുടെയും മറ്റ് നേതാക്കളുടെയും ഒക്കെ അബദ്ധസഞ്ചാരം കണ്ടപ്പോൾ പലർക്കും അതിൽ പ്രയാസമുണ്ട് എങ്കിലും അതിനുവേണ്ടി രംഗത്ത് വന്നുകൊണ്ട് പെട്ടെന്ന് അവർ മുഷാവറ വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു ദിവസം ആ മുഷാവറ സ്റ്റേ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട TC മുഹമ്മദ് മുസ്ലിയാർ കോഴിക്കോട് കോടതിയിൽ നിന്നും ഒരു സ്റ്റേ വാങ്ങുകയുണ്ടായി. അങ്ങനെ സ്റ്റേ വാങ്ങിയത് കൊണ്ട് അവർ തീരുമാനിച്ചു, ഇവരെ പുറത്താക്കാൻ വേണ്ടി ഈ 3 തീരുമാനങ്ങൾ നടപ്പിലാക്കുക എന്ന അജണ്ടയ്ക്ക് വേണ്ടി തീരുമാനിച്ച യോഗം വന്നു ചേരാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ സ്റ്റേന്റെ പുറകെ പോയി ആ സ്റ്റേ നീക്കി കിട്ടാൻ വേണ്ടി കുറെ ശ്രമങ്ങൾ നടത്തി. അങ്ങനെ അവസാനം ആ സ്റ്റേ നീങ്ങി. അപ്പൊ സ്റ്റേ നീങ്ങും എന്ന് നീങ്ങുമെന്നൊക്കെ വിവരം കൊടുക്കാനേ ആളുകൾക്ക്, ജനറൽ സെക്രട്ടറിക്കൊക്കെ ആള് അവിടെയുണ്ട്. സ്റ്റേ വാങ്ങുന്ന കോടതി പോലുള്ള അവിടെയും പരിവാരങ്ങളായിട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇന്ന് സ്റ്റേ നീങ്ങും എന്ന് ഉറപ്പുള്ള അന്ന് എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് മുഷാവറ വിളിച്ചു. മുഷാവറ വിളിച്ചപ്പോൾ ആ മുഷാവറയിൽ വെച്ചുകൊണ്ട് ജനറൽ സെക്രട്ടറി പറഞ്ഞു, ആ സ്റ്റേ നീങ്ങിയത് ഒരു 10-11 മണിക്കാണ്. ആ സമയത്ത് തന്നെ എല്ലാവരും ഹാജരായിട്ടുണ്ട്. അപ്പൊ അതിന് മുമ്പ് തന്നെ കത്തൊക്കെ അയച്ചുകൊണ്ട് വരുത്തി വെച്ചതാണ്. അങ്ങനെ മുഷാവറ ചേർന്നുകൊണ്ട് അവർ തീരുമാനിച്ചു. പല തീരുമാനങ്ങളും എടുക്കാൻ വേണ്ടി ലീഗ് ഓഫീസിൽ നിന്ന് കൊടുത്ത എല്ലാ തീരുമാനങ്ങളും ഇവിടെ നടപ്പിലാക്കാനുള്ള പരിപാടിയിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഈ സ്റ്റേ വന്നത്. അപ്പോൾ സ്റ്റേ വന്നപ്പോൾ കുറച്ച് വിയർക്കുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി കുറേ രേഖകളും സമസ്തയുടെ പഴയ രേഖകളൊക്കെ സമർപ്പിക്കേണ്ടി വരും, ജനറൽ ബോഡി ചേർക്കേണ്ടി വരും. അപ്പോൾ ചേരാതെ ജനറൽ ബോഡി ചേർന്നു എന്നും ഇല്ലാത്ത യോഗങ്ങൾ ഉണ്ടായി എന്നൊക്കെ എഴുതി ചേർത്ത് കണ്ട് വളരെയധികം സമസ്തയുടെ പാരമ്പര്യം തന്നെ നിരാകരിച്ചുകൊണ്ട് സമസ്തയുടെ നേതാക്കന്മാർ പുലർത്തിപ്പോകുന്ന സത്യസന്ധത മുഴുവൻ നിരാകരിച്ചുകൊണ്ട് ജനറൽ സെക്രട്ടറി കള്ള മിനിറ്റ്സ് ഉണ്ടാക്കി, ഇല്ലാത്ത മിനിറ്റ്സ് ഉണ്ടാക്കി, കള്ള രേഖയുണ്ടാക്കി. അപ്പോൾ ജനറൽ സെക്രട്ടറി ആദ്യം തന്നെ ആ യോഗത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, സമസ്തക്കെതിരെ കേസുണ്ട്, അതുകൊണ്ട് അത് നടത്താൻ ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്, ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ എടുത്ത തീരുമാനങ്ങൾക്കും എടുക്കാത്ത തീരുമാനങ്ങൾക്കും ഞങ്ങൾക്ക് അംഗീകാരം നൽകണം, സെക്രട്ടറിക്ക് അംഗീകാരം നൽകണം എന്ന് പറഞ്ഞപ്പോൾ AP ഉസ്താദ് പറഞ്ഞു, സമസ്തക്കെതിരെയുള്ള കേസ് നമുക്ക് എല്ലാവർക്കും എതിരെയുള്ള കേസാണ്. കേസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കേസൊന്നല്ല, സ്റ്റേ എന്നുള്ള കേസാണ്. അത് നീങ്ങി കഴിഞ്ഞു. അപ്പൊ ഏതായാലും കേസ് എന്ന് പദത്തിൽ പറയാം. അങ്ങനെ ആ കേസ്
ഞാനും നിങ്ങളും എല്ലാവരും ഉൾപ്പെടുന്ന സമസ്തക്കെതിരെയുള്ളതാണ്. അത് നമുക്ക് നടത്തണം. അതിന് സത്യസന്ധമായിട്ട് മാത്രമേ നമ്മൾ രേഖകളും മറ്റും സമർപ്പിക്കാൻ പറ്റുകയുള്ളൂ. കാരണം സമസ്തയിൽ ഇങ്ങനത്തെ കൃത്രിമ രേഖ ഉണ്ടാക്കിക്കൊണ്ട് കോടതിയിൽ കൊടുത്തതിന്റെ രേഖ കൈ പിടിച്ചിട്ടാണ് ഇവർ മുഷാവറയിൽ പോയിട്ടുള്ളത്. ആർക്കും ഇപ്പോൾ അവകാശ രേഖ വേണം, വിവരാവകാശ നിയമാടിസ്ഥാനത്തിൽ ആ രേഖ കിട്ടണമെന്ന് പറഞ്ഞാൽ 50 ഉറുപ്പിക കൊടുത്താൽ കിട്ടുമല്ലോ എല്ലാവർക്കും. അപ്പൊ ഇവരൊക്കെ കയ്യിൽ അതിന്റെ കോപ്പികൾ പിടിച്ചിട്ടാണ് പോയിട്ടുള്ളത്. കള്ളമായി എന്തെങ്കിലും സമസ്തയുടെ പേരിൽ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കില്ല. സമസ്തയുടെ കേസ് ന്യായമായും സത്യസന്ധമായും നടത്താനുള്ള എല്ലാ പിന്തുണയും സെക്രട്ടറിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ സെക്രട്ടറി പറഞ്ഞെന്താണ്, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടത്തുമെന്ന്, എനിക്ക് കൂടുതൽ ഭൂരിപക്ഷമുണ്ട് എന്ന്. ആ സമയത്ത് MA ഉസ്താദ് പറഞ്ഞു, നിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ട് എങ്കിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്നുള്ളത് നിങ്ങളത് രേഖപ്പെടുത്തണം. അതായത് നിങ്ങൾ കളരേഖ ഉണ്ടാക്കുന്നതിനൊക്കെ നിങ്ങൾക്ക് അധികാരം തന്നു എന്നുള്ളത് ആ തീരുമാനമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിലൊരു വിയോജിപ്പുണ്ട് എന്നുള്ള വിയോജിപ്പുള്ള ആളുകളുടെ വിയോജിപ്പ് രേഖപ്പെടുത്തണം എന്നപ്പോൾ അതിനൊന്നും സമ്മതിക്കില്ല, ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, ഭൂരിപക്ഷ അടിസ്ഥാനത്തിലാണ് ഒന്ന് തീരുമാനിക്കൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഉള്ളാൾ തങ്ങൾ പറഞ്ഞു, ഇസ്ലാമിൽ ലോകത്ത് മുസ്ലിങ്ങളല്ല ഭൂരിപക്ഷം, അതുകൊണ്ട് ഭൂരിപക്ഷത്തിന് ഇസ്ലാമിൽ ഒരു സ്ഥാനമല്ല. ഭൂരിപക്ഷ ആളുകൾ മറ്റു മതക്കാരാണ് എന്നതിനോട് ഇസ്ലാമിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഭൂരിപക്ഷമുണ്ട് എന്നുള്ളത് ഇസ്ലാമിൽ തെളിവല്ല, അതുകൊണ്ട് സത്യമാണ് ഇസ്ലാമിൽ തെളിവ്. അള്ളാഹു ഏകനാണെന്ന് പറയുന്നതിനേക്കാളും അള്ളാഹു 3 ആണെന്ന് പറയുന്നവരാണ് കൂടുതൽ ലോകത്തുള്ളത്. അതൊക്കെ അതിന്റെ വിശദീകരണം നമ്മൾ പറയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സത്യത്തിനാണ് അംഗീകാരമുള്ളത്, കളവിന് അംഗീകാരമില്ല. അതിന് ഭൂരിപക്ഷം ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഈ കളവ് പറയുന്ന, ഈ കള്ളരേഖ ഉണ്ടാക്കുന്ന ഈ മുഷാവറയിലേക്ക് ഞങ്ങൾ തുടരുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് 12 പേര് ഇറങ്ങിപ്പോന്നു. അതാണ് സമസ്തയിൽ നിന്ന് ഉണ്ടായത്. സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോന്നതിനെ പിന്നീട് അവർ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് സമസ്തയിൽ നിന്നും പുറത്താക്കി, നീക്കി, അങ്ങനെയൊക്കെയാണ് കണ്ട്. അങ്ങനെ സാധാരണ നിയമസഭയിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി കേൾക്കാറുണ്ട്. ഇറങ്ങിപ്പോയാൽ പിന്നെ അവരെ മുഴുവൻ സമസ്തയിൽ നിന്ന് പുറത്താക്കിയെന്നൊന്നും ആരും കേൾക്കില്ല. പക്ഷെ ഇവരിൽപ്പെട്ട പലരും, അമ്പലക്കടവും പൂക്കോട്ടൂരൊക്കെ ഇതുവരെയും പറഞ്ഞിരുന്നത് എന്താണ്, ചിലപ്പം പറയും ഇറങ്ങിപ്പോയി, ചിലപ്പോൾ പുറത്താക്കി എന്ന് പറയും. ഇങ്ങനെ ഒരു ലെവലും മറ്റൊന്നും ഇല്ലാത്ത രീതിയിലാണ് അവർ അവതരണത്തിന് ഉണ്ടായാൽ. ഏതായാലും അവർ ഏകദേശം ഭൂരിപക്ഷത്തിന്റെ ആൾക്കാരും പുറത്താക്കിയെന്നാണ് പറയാറ്. സമസ്തയിൽ നിന്ന് പുറത്താക്കിയവരല്ലേ. അങ്ങനെ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പൊ ഇറങ്ങിപ്പോയാലും സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോകല്ല എന്ന് ഇവർ മനസ്സിലാക്കണം. കാരണം മുഷാവറ, ജനറൽ ബോഡി, ഇങ്ങനെ 2 ഘടകമാണ് സമസ്തക്കുള്ളത്. മുഷാവറയേക്കാളും അധികാരമുള്ളത് ജനറൽ ബോഡിയാണ്. അതുകൊണ്ട് മുഷാവറയിൽപ്പെട്ട പലരും അബദ്ധസഞ്ചാരം നടത്തി മുഷാവറയെ കെണിയിൽ വീഴ്ത്താനും അബദ്ധസഞ്ചാരത്തിലേക്ക് തള്ളിവിടാനും ശ്രമിക്കുന്നു എന്ന് ഉത്തരവാദപ്പെട്ട സുന്നത്തെ ജമാഅത്തിന് മാത്രം പ്രാധാന്യം നൽകുന്ന പണ്ഡിതന്മാർ മനസ്സിലാക്കിയപ്പോൾ അത് സഹിക്കാൻ കഴിയില്ല, അതിന് നല്ലൊരു വഴിയിലേക്ക് സമസ്തയെ കൊണ്ടുവരണമെന്നതിന് ജനറൽ ബോഡി വിളിക്കാൻ വേണ്ടി പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടും സെക്രട്ടറിയോ ബന്ധപ്പെട്ടവരോ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് പിന്നെ സ്റ്റേ വാങ്ങിയിട്ട് കോടതി മുഖേന ജനറൽ ബോഡി വിളിപ്പിക്കുക എന്നതൊക്കെ ആയിരുന്നു ആവശ്യമുണ്ടായിരുന്നത്. അങ്ങനെ സ്റ്റേ പെട്ടെന്ന് നീങ്ങിയപ്പോൾ ഇങ്ങനെയുള്ള തീരുമാനം എടുത്തത്. അതിന്റെ ശേഷം എന്തൊക്കെ ഒരു തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ അതോടുകൂടെ അവരെ യോഗം അവസാനിപ്പിക്കേണ്ടി വന്നു. എറണാകുളം സമ്മേളനം നിർത്തിവെക്കാനൊക്കെ അവർ പ്രസ്താവിച്ചു, ഇല്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. ഏതായാലും ഉള്ളാൾ തങ്ങൾ സത്യത്തിന് വേണ്ടി മാത്രമേ ഞങ്ങൾ നിലകൊള്ളൂ, ഞാൻ എന്നറിയാണ്ട് ഒരു കൂട്ടായ ഒരു തീരുമാനമില്ലാതെ ഉള്ളാൾ തങ്ങൾ ഇറങ്ങി. അതോടുകൂടെ മറ്റ് 11 പേരും അദ്ദേഹത്തോടൊപ്പം ഇറങ്ങി. അങ്ങനെ ഇറങ്ങി വന്ന ആളുകൾ 12 ആയിരുന്നു. അതിൽ 3 പേര് അതിൽ തന്നെ തിരിച്ചുപോയി. അതിൽ കൂടി അന്ന് മുഷാവറയിൽ പങ്കെടുക്കാത്ത സമസ്ത മെമ്പറായിരുന്ന ബഹുമാനപ്പെട്ട വൈലത്തൂർ ബാവ മുസ്ലിയാർ യഥാർത്ഥ സുന്നികളുടെ ഒപ്പം ചേർന്നു. അങ്ങനെ 10 പേര് യഥാർത്ഥത്തിൽ സുന്നികളൊപ്പം ഉണ്ടായിരുന്നു. ആ 10 പേരാണ് 12 പേര് ഇറങ്ങിപ്പോയും ഒരാൾ പുറത്തുണ്ട്. ആകെ മുഷാവറയിൽ 25-ൽ താഴെ ആളുകളാണെന്ന് പങ്കെടുത്തത്. 25-ൽ നിന്ന് 12 ഇറങ്ങിപ്പോയാൽ മുഷാവറയിൽ ഇപ്പൊ എത്ര അവർക്ക് ഭൂരിപക്ഷമുള്ളൂ? ഒരാൾ ഭൂരിപക്ഷം. അപ്പൊ അതാണിപ്പോ അവരെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുന്നത്. അത് ഏതായാലും ഒരു അവകാശവാദമായിട്ട് അവർ പറയട്ടെ. അങ്ങനെ ഈ 12 പേര് ഇറങ്ങി വന്നതിൽ നിന്ന് 3 പേര് അവരിലേക്ക് പോവുകയും ഒരാളാകുന്ന പങ്കെടുക്കാത്ത ബാവ മുസ്ലിയാർ വൈലത്തൂർ നമ്മോട് ചേരുകയും ചെയ്തു. അങ്ങനെയാണ് 10 അംഗങ്ങൾ നമ്മുടെ കൂടെ. ഇങ്ങനെ ഇവർ സാധാരണ 6 ആൾക്കാരെ പുറത്താക്കി എന്നുള്ള വിവേചനം പറയാറുണ്ട്. സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയത് 12 പേരാണ്. പിന്നെ 3 ആൾക്കാർ കയറി വന്നെങ്കിലും അതിന് ശേഷം 10 ആൾക്കാർ ഇവിടെ ഉണ്ട്. പക്ഷെ ഇവര് പുറത്താക്കി എന്നുള്ള തീരുമാനം എടുത്തതും നീക്കിയെന്ന് പറയുന്നതും, സാധാരണ ഒരാളെ ഒരു സ്ഥാനത്ത് നിന്ന് നീക്കിയാലേ രാജിക്കത്ത് കൊടുക്കണം. അതുവരെ ഈ 34 വർഷമായിട്ട് ഇതുവരെ കൊടുത്തായിട്ട് അറിയില്ല.
അങ്ങനെ ഒരു തീരുമാനം അവർക്കുണ്ടായിരുന്നെങ്കിൽ. അപ്പൊ ഏതായാലും ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളുടെ നേതൃത്വത്തിൽ ഇവരിറങ്ങിപ്പോന്നു. ഒരു കൂട്ടായൊരു തീരുമാനമില്ലാതെ ആണ് ഇറങ്ങിപ്പോന്നത്. ഉള്ളാളത്തിൽ ഇറങ്ങിയാൽ പിന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക് അവിടെ ചിന്തിക്കാനില്ലല്ലോ, മറ്റുള്ളവരും ഇറങ്ങിപ്പോന്നു. അങ്ങനെയാണ് സമസ്തയിൽ നിന്നും ഇറങ്ങിപ്പോരലുണ്ടായത്. ആ സമയത്താണ് പണ്ഡിതന്മാരും, അതുപോലെ പണ്ഡിതന്മാർ അവരുടെ ഭാഗത്തേ ഇല്ല, മുതഅല്ലിമീങ്ങളില്ല, ഉലമാക്കളില്ല, ഈ പറയപ്പെട്ട സെക്രട്ടറിയും അതുപോലെ കുറച്ച് ആളുകളും കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാനോ മറ്റോ കഴിയാത്തൊരവസ്ഥയിലുള്ള പ്രായാധിക്യം കൊണ്ടും മറ്റുമൊക്കെ സമസ്ത രൂപീകരിക്കണമെന്ന് 26 സമസ്തയിൽപ്പെട്ട മെമ്പറാണല്ലോ കണ്ണിയത്ത് ഉസ്താദ്. ആ കണ്ണിയത്ത് ഉസ്താദിനെ മറയാക്കിക്കൊണ്ട് അവർ പലതും ചെയ്തു. പക്ഷെ കണ്ണിയത്ത് ഉസ്താദ് ഇതിന് ഉത്തരവാദിയല്ല. പൂർണ്ണമായും സംസാരിക്കുന്ന സമയത്തൊക്കെ സമ്മേളന വേദികളിലും മറ്റൊക്കെ വന്നിട്ട് AP എവിടെയെന്ന് ഈ പുറത്താക്കിയെന്നവർ പറഞ്ഞതിന് ശേഷം AP എവിടെ, ഉള്ളാൾ തങ്ങൾ എവിടെ എന്ന് പല സ്റ്റേജുകളിലും ചോദിക്കുകയും നാട്ടികയും UK അബ്ദുൽ ലത്തീഫ് മൗലവിയും ഒക്കെ അപ്പൊ തന്നെ മൈക്ക് ഓഫാക്കാൻ നിർദ്ദേശിക്കുകയും അതിന്റെ പേരിൽ ക്ഷുഭിതരാവുകയും ചെയ്ത അനുഭവങ്ങൾ കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും കണ്ണൂർ ജില്ലയിലൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കണ്ണിയത്തിന്റെ മനസ്സെല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹം എവിടെയാണ് എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അദ്ദേഹത്തെ ചൂഷണം ചെയ്യാൻ അദ്ദേഹത്തിന്റെ മകനും ഒപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് വെച്ചുകൊണ്ട് മുതലെടുത്തു. അതേസമയം ഉള്ളാൾ തങ്ങളും മറ്റുമൊക്കെ സംസാരിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം പറഞ്ഞതെന്താണ്, ഉള്ളാളത്തെ ഉറൂസിന് ക്ഷണിക്കാൻ വേണ്ടി ഉള്ളാൾ തങ്ങൾ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത് പോയപ്പോൾ, കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത് കമ്മിറ്റിക്കാർ പോയപ്പോൾ ഉള്ളാൾ തങ്ങൾ വണ്ടിയിലിരുന്നു. ഉള്ളാൾ തങ്ങൾ പലപ്പോഴും പറഞ്ഞതും സുന്നി പ്രവർത്തകർക്കൊക്കെ അറിയുന്നതുമാണ്. ആ സമയത്ത് ഉള്ളാളത്തെ മുദരിസോടെ എന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് വണ്ടിയിലിരിക്കുന്നുണ്ട്. അവന്റെ വണ്ടിയിലിരിക്കുന്നത് തങ്ങളത്തെ വണ്ടിയിലിരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ തങ്ങളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ഈ കുഞ്ഞുമോനല്ലേ പറഞ്ഞേക്കാറുള്ളത്, കുഞ്ഞുമോൻ വന്നില്ല. അങ്ങനെ വന്ന കമ്മിറ്റിക്കാർ തന്നെ തങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെന്താ തങ്ങളെ വണ്ടിയിലിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങളെ നമ്മളെ പുറത്താക്കിയല്ലോ. അപ്പോൾ ആരിങ്ങളെ പുറത്താക്കി? നിങ്ങളെ പുറത്താക്കി, ഞാനും നിങ്ങളെ കൂടെയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് തെളിവുള്ള സമയത്തൊക്കെ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എറണാകുളം സമ്മേളനത്തിന് വേണ്ടി പോകാൻ വേണ്ടി ബഹുമാനപ്പെട്ട ചിത്താരി ഹംസ മുസ്ലിയാർ സമ്മതം ചോദിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, സമ്മേളനത്തിന് നീയും ഹംസയും തങ്ങളും പോകണം, അവിടുന്ന് ഹക്ക് പറയണം, പറ്റുമെങ്കിൽ ഞാനും വരും എന്നൊക്കെ പറഞ്ഞതാണ്. ഇതൊക്കെ പണ്ഡിതന്മാര് അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ്. ഇത്രമാത്രം ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ അദ്ദേഹത്തിന് ഓരോ മനുഷ്യന്മാർക്കും പ്രായമായാൽ ചില സമയങ്ങളിൽ അതിനെക്കുറിച്ചൊക്കെ അറിവുണ്ടാവും, മറ്റുള്ളതിനെ കുറിച്ചൊന്നും സമയത്ത് അറിവുണ്ടാവില്ല. അങ്ങനെ ഉണ്ടല്ലോ സാധാരണ ഇതിൽ വിമർശിക്കാൻ വേണ്ടി പറയല്ല. അങ്ങനെ തിരിച്ചറിവുള്ള സമയത്തൊക്കെ അവര് യഥാർത്ഥ സുന്നിയോടൊപ്പമുള്ള പിന്തുണ അറിയിക്കുകയും അതിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെ ബലിയാടാക്കാൻ ഒരു മകനൊപ്പം ഉണ്ടായി എന്നതുകൊണ്ട് എല്ലായിടത്തും വലിച്ചു കൊണ്ടുപോയും ഇവരുടെ ഇംഗിതത്തിനനുസരിച്ച് ലീഗ് ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന കുറിപ്പിനനുസരിച്ച് അദ്ദേഹത്തെ വലിച്ചു കൊണ്ടുപോവുകയും മറ്റും ചെയ്തു. കാരണം വാർദ്ധക്യത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലല്ലോ. അങ്ങനെയാണ് കണ്ണിയത്ത് ഉസ്താദ് അവരെ കൂടെയാണുള്ളത് കാണിച്ചത്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയാണ് സമസ്തയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പൊ മുഷാവറയിൽ നിന്ന് പോന്നാലും സമസ്തയിൽ നിന്ന് പോരല്ല. അപ്പൊ നമ്മളെ പല കുട്ടികളും, ചെറുപ്പക്കാരായ പല കുട്ടികളും, 34 വയസ്സ് ഇന്നുള്ള കുട്ടികൾക്കൊന്നും ഈ കഥ അറിയില്ല. കാരണം 34 വർഷം മുമ്പുള്ള കഥകളാണ് ഇതൊക്കെ. എന്നുവെച്ചാൽ ഇന്നുള്ള SSFകാരായ ഒരാൾക്കും ഈ കഥന്റെ യാഥാർത്ഥ്യം അറിയില്ല എന്നർത്ഥം. അപ്പൊ അന്നുള്ളവർ പറഞ്ഞതാണ് മനസ്സിലാക്കേണ്ടത് ഇതിനെക്കുറിച്ച്. അപ്പോ ഇറങ്ങി വന്ന സമയത്ത് പണ്ഡിതന്മാരെ കൂടി തീരുമാനിച്ചു, ഇങ്ങനെ പോയാൽ പറ്റൂല. സമസ്തയിൽ നിന്നും ഇറങ്ങി എന്ന് പറഞ്ഞാൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് സമസ്തയിൽ നിന്ന് ഇറങ്ങി പോകുന്നതല്ല. നമ്മൾ സമസ്തയിൽ നിന്ന് ഇറങ്ങി പോന്നിട്ടില്ല, സമസ്തയുടെ മുഷാവറയുടെ ഒരു യോഗത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. സമസ്തയ്ക്ക് 2 ബോഡികളുണ്ട്, ഒന്ന് മുഷാവറയാണ്, മറ്റൊന്ന് ജനറൽ ബോഡിയാണ്. മുഷാവറക്കും എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാലും 3 വർഷത്തിലൊരിക്കലും പുനഃസ്ഥാപിക്കാൻ ജനറൽ ബോഡിക്കാണ് അധികാരമുള്ളത്. അപ്പോൾ പരമാധികാര ബോഡി ജനറൽ ബോഡിയാണ്. ആ ജനറൽ ബോഡിയും സമസ്തയുടെ മുഖ്യ ഘടകമാണ്. അപ്പോൾ ഇവര് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, തന്നെ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, എന്നാ മുഷാവറയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമല്ല. മുഷാവറയുടെ ഒരു യോഗത്തിൽ അഥവാ 16/1/1989 ചേർന്ന യോഗത്തിലാണ് ഇങ്ങനെ ഇറങ്ങിപ്പോന്നിട്ടുള്ളത്. അന്നുള്ള ഒരു യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുള്ളൂ. അങ്ങനെ ഇറങ്ങിപ്പോകുന്നതുകൊണ്ട് അവരെന്ത് ചെയ്തു, തീരുമാനമെടുത്തു, ഈ സമസ്തയെ ക്ലിയർ ആക്കണം. സമസ്തയ്ക്ക് ഒരു പരമാധികാരിക ബോഡിയുണ്ട്, ജനറൽ ബോഡിയോട് പറയണം ഈ കാര്യങ്ങളൊക്കെ. സെക്രട്ടറിയുടെ തോന്നിവാസവും അതുപോലെ മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് സമസ്തയെ ശരിക്കുള്ള ഒരു വഴിയിലേക്ക് നയിക്കാൻ, അഥവാ മുഷാവറയെ തന്നെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് നല്ലൊരു വഴിയിലേക്ക് നയിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം എന്ന് ചിന്തിക്കുകയും അങ്ങനെ ഊർജിതമായി മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ട്
പെട്ടെന്ന് തന്നെ സമസ്ത ജനറൽ ബോഡി വിളിച്ചു ചേർക്കുകയുണ്ടായി. എന്നുവെച്ചാൽ ഒരു 1.5 മാസം കൊണ്ട് തന്നെ 2 മാസത്തിനുള്ളിൽ തിരൂരങ്ങാടിയിൽ വെച്ച് ജനറൽ ബോഡി ചേരുകയുണ്ടായി. ആ ജനറൽ ബോഡി ചേർന്നിട്ട് അവിടെ നിന്ന് മുഷാവറയെ പുനഃസംഘടിപ്പിച്ചു. അപ്പൊ ഏത് ജനറൽ ബോഡി എന്ന് വെച്ചാൽ AP ജനറൽ ബോഡി എന്നല്ല, സമസ്തയുടെ മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ അന്ന് ആർക്കൊക്കെ സമസ്തയിൽ മെമ്പർഷിപ്പ് ഉണ്ടോ ആർക്കും പോയി എടുക്കാമായിരുന്നു. പക്ഷെ മെമ്പർഷിപ്പ് എടുക്കാൻ അവരുടെ കൂടെ പണ്ഡിതന്മാരും അതുപോലെ അതിന് യോഗ്യതയുള്ള ഉയർന്ന മുത്തഅല്ലിമീങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് കൂടുതൽ ആൾക്ക് മെമ്പർഷിപ്പ് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ അവരൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കാതെ ഞാനും അതിന്റെ ആളാന്ന് അല്ലാണ്ട് പിന്നെ മീറ്റിങ്ങിൽ വന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ജനറൽ ബോഡി സംഘടിപ്പിക്കുമ്പോൾ ആ ജനറൽ ബോർഡിന്റെ ആളാകണമെങ്കിൽ അതിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കണം. അങ്ങനെ മെമ്പർഷിപ്പ് എടുത്ത ആളുകളെ കൊണ്ട് ജനറൽ ബോഡി ചേർന്നു. അങ്ങനെ ജനറൽ ബോഡി ചേർന്നിട്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പുനഃസംഘടിപ്പിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുക? ഇവിടെ സമസ്ത രണ്ടായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. സമസ്തയുടെ മിനിറ്റ്സും രേഖകളും ഒക്കെ അന്ന് കൈകാര്യം ചെയ്തിരുന്നത് ജനറൽ സെക്രട്ടറി ആയിരുന്നു എന്നതിനാൽ ആ മിനിറ്റ്സും രേഖകളൊക്കെ അദ്ദേഹത്തിന്റെ അടുത്തായി. അതിന്റെ ആദർശവും കാര്യങ്ങളും തീരുമാനവും ജനറൽ ബോഡിയുടെ അംഗീകാരവും യഥാർത്ഥത്തിൽ മറുവിഭാഗത്തിനാണുള്ളത്. അപ്പൊ അതുകൊണ്ട് അന്നുണ്ടായിരുന്ന ആ മുഷാവറ ജനറൽ ബോഡി ചേരുന്നത് വരെയും പുതിയ മെമ്പർഷിപ്പ് നടത്തി പുതിയ ജനറൽ ബോഡി ചേരുന്നത് വരെയും മാത്രമേ അതിന് കാലാവധിയുള്ളൂ. ആ കാലാവധി ആയപ്പോൾ ആ ജനറൽ ബോഡിയിൽ വെച്ചുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനത്ത് കണ്ണിയത്ത് ഉസ്താദിന് ഇരിക്കാൻ തന്നെ പ്രയാസമാണ്. കാരണം 10-20 വർഷത്തോളം മീറ്റിങ്ങിന് വരെ വരാറില്ല. ഉള്ളാൾത്തങ്ങളാണ് എല്ലാ യോഗത്തിലും അധ്യക്ഷം വഹിക്കല്. അതുകൊണ്ട് ഉള്ളാൾത്തങ്ങളെ ആക്കുന്നതിൽ അദ്ദേഹത്തിന് സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനത്തും തൽക്കാലം കണ്ണിയത്ത് ഉസ്താദിനെ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ എല്ലാവർക്കും താല്പര്യം തന്നെ ജനറൽ ബോഡി തീരുമാനിച്ചു ഒരാളെ മാറ്റണം എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ പേര് പറയാറുണ്ട്, കണ്ണിയത്ത് ഉസ്താദും EK ഉസ്താദും ജീവിച്ചിരിക്കുമ്പോൾ APയും ഉള്ളാൾത്തങ്ങളും പ്രസിഡന്റും സെക്രട്ടറി ആയാലും എങ്ങനെ? അങ്ങനെ ഒരു ഇതുണ്ടോ? സൊസൈറ്റീസ് ആക്ടിൽ 3 വർഷത്തിൽ ഒരിക്കൽ മാറ്റി സ്ഥാപിക്കാനാണ്. ജനറൽ ബോഡിക്ക് അങ്ങനെ തോന്നി ഇവരിപ്പോൾ മാറ്റണം എന്നുള്ളത്. അത് ചോദ്യം ചെയ്യാൻ ആർക്ക് അധികാരമുള്ളത്? അങ്ങനെ സമസ്തന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരാൾക്ക് അതിന് മാറാൻ പാടില്ല, അയാളെ മാറ്റാൻ പാടില്ല എന്ന് തീരുമാനമുണ്ടോ? ഇവരുടെ മുഷാവറയിൽ നിന്ന് തന്നെ ഇവരുടെ സമസ്ത എന്ന് പറയപ്പെടുന്ന ആ ഒരു സംഘടന തന്നെ അസ്ഹരി തങ്ങൾ അവരും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മാറ്റി നിർത്തിയിട്ടില്ലേ? അപ്പൊ അങ്ങനെ ഒരു തീരുമാനം അവർക്കേമില്ല. പിന്നെ അവർ പറയുന്നു കണ്ണിയത്തിന്റെ പേരിൽ ഇത് വാലവക്ക ഹലറമൗത്ത് പോലെ കണ്ണിയത്ത് ഈക്കനോട് ബന്ധപ്പെട്ടാണ് പ്രസിഡന്റ് സെക്രട്ടറി. അങ്ങനെയില്ല. ജനറൽ ബോഡി എങ്ങനെയാണോ തീരുമാനിക്കുന്നത് അങ്ങനെയാണ് അതിന്റെ തീരുമാനം. ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലെ മഹല്ല് കമ്മിറ്റി 10 വർഷം മുമ്പ് ഒരാൾ പ്രസിഡന്റ് ആയിരുന്നു. അയാൾ ഇങ്ങനെ ഈ 10 വർഷവും മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് ആണെന്നുണ്ടോ? അവിടെ എത്ര കൊല്ലത്തിൽ ആ ജനറൽ ബോഡി അല്ലെങ്കിൽ ആ ജനറൽ ബോഡി വരുമ്പോൾ ആ പ്രസിഡന്റിനെ തന്നെ വീണ്ടും സ്ഥാപിക്കും, അല്ലെങ്കിൽ ഇത് അയാളെ മാറ്റും. പല മഹല്ലുകളിലും അങ്ങനെ ഉണ്ടായില്ല. 90% മഹല്ലുകളിലും 10 വർഷം മുമ്പ് പ്രസിഡന്റ് സെക്രട്ടറി ആയിരുന്ന ആൾ ഇപ്പൊ സെക്രട്ടറിയും പ്രസിഡന്റും അല്ല. അപ്പൊ എന്തുകൊണ്ട് അവരെങ്ങനെ മാറി? എന്നാ അവര് പഴയ ആൾക്കാർ അവകാശവാദം ഉന്നയിച്ചെന്റെ ഞങ്ങൾ പ്രസിഡന്റ് ആയിരുന്നു തന്നെയാണ്. അപ്പൊ പരമാധികാര ജനറൽ ബോഡിക്ക് എന്തുണ്ട്? അവരെ മാറ്റാനും പുതിയ ആൾക്കാരെ ഉൾപ്പെടുത്താനും ഒക്കെ അധികാരമുണ്ട്. അത് ഈ സംഘടനക്കുണ്ട്. സൊസൈറ്റീസ് ആക്ടിൽ എല്ലാ പഠിച്ച ആളുകളാണല്ലോ, വിദ്യാഭ്യാസം ഉള്ളവർ. മറ്റേ 16 ഭാഷയിൽ നിന്നും ഒക്കെ ഇംഗ്ലീഷ് തൂറ്റുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ ഒരു പിന്നെ പ്രാസംഗികനുണ്ടല്ലോ, അദ്ദേഹം ഈ സമസ്തന്റെ കഥയൊക്കെ വിശദീകരിക്കുന്നതാണ്. അന്ന് ജനിച്ചിരിക്കണമെന്ന് അറിയില്ല. അങ്ങനത്തെ ആളുകളും കൂടി മനസ്സിലാക്കേണ്ടതാണ് ഈ സൊസൈറ്റി ടാക്സ് നിയമമൊക്കെ. അവർ ഈ ആ നിയമത്തിന്റെ വശങ്ങളെങ്കിലും ഒന്ന് പഠിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലുണ്ടായ അന്നത്തെ സംഭവ വികാസങ്ങൾ. ജനറൽ ബോഡി ചേർന്ന് പുനഃസംഘടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സമസ്തയാണ്, അവർ സമസ്തയാണ്, അല്ലെങ്കിൽ ഒറിജിനൽ ഞങ്ങളാണ്, ഇവര് ഡൂബിളിയാണ് എന്ന് പറയുന്ന അർത്ഥമല്ല. അപ്പോൾ സുന്നി പ്രവർത്തകരായ ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്, സമസ്ത ഒന്നേ ഉള്ളൂ, നമുക്കുള്ള സമസ്ത ഒന്ന് മാത്രമാണ്, ലോകത്ത് സമസ്തയായിട്ടുള്ളൂ. അത് ജനറൽ ബോഡിക്ക് അധികാരമുള്ള സംഘടനയാണ്. ആ ജനറൽ ബോഡി എല്ലാ 3 കൊല്ലത്തിലും ചേരുകയും പുതിയ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്യും. അങ്ങനെ കുറച്ച് ആളുകൾ മരിച്ചു പോകും, ചില ആളുകൾ മാറ്റും, ചില ആളുകളുടെ നമ്മൾ ആദ്യം ജനറൽ ബോഡി ചേർന്നപ്പോൾ തിരൂരങ്ങാടി വാപ്പു ഉസ്താദ് എൻ്റെ ഉസ്താദാണ്, അദ്ദേഹം സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് മാറ്റിയിട്ട് മെമ്പറാക്കി നിർത്തി. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ എല്ലാത്തിലും ഉണ്ടാവും. അല്ലാതെ ഇങ്ങനെ ഓരോരുത്തരും പേരിന്റെ കൂടെ അങ്ങനെ ഉറപ്പിച്ച ഒരു സാധനമല്ല, സ്റ്റാൻഡല്ല ഈ പ്രസിഡന്റ് സെക്രട്ടറി എന്നുള്ളത്. അപ്പോൾ ഈ നിയമവശം അറിയുന്നവരൊന്നും അത് പറയില്ല. പക്ഷെ അറിയുന്നവരെന്ന് അഭിമാനിക്കുന്ന ആളുകൾ തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ തലപ്പാവ് ധരിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. EK ഉസ്താദും കണ്ണിയത്തുണ്ടാവും, പക്ഷെ ഇത് ആജീവനാന്തം തീരെ എഴുതി കൊടുത്തതല്ലോ. ഇതിനൊരു ഉദാഹരണം മനസ്സിലാക്കണമെങ്കിൽ ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ മതി. ഇസ്ലാമിലൊരു നിയമമുണ്ട്. നമ്മൾ ഇസ്ലാം എന്ന് പറയുന്നത് മഹാനായ ആദം നബി അലൈഹി ഇസ്ലാം മുതൽ തന്നെ നമുക്ക് നൽകപ്പെട്ട മതത്തിന്റെ വിവിധ പതിപ്പുകളാണ് ഇസ്ലാം. അവസാന പതിപ്പാണ് മുഹമ്മദീയ ശരീഅത്ത്.
അപ്പൊ ഇസ്ലാമിന് അള്ളാഹുവിന് ഒരു ഭരണഘടനയുണ്ട്, ശരീഅത്ത് എന്ന അള്ളാഹുവിന്റെ നിയമം. ആ ശരീഅത്ത് എന്താ പറയുന്നത്? പുതിയ നബി ആദം നബി അലൈഹി സ്വലാം ശരീഅത്തുമായി വന്നു. അതിനുശേഷം കുറെ കാലം കഴിഞ്ഞിട്ട് പല നബിമാരും വന്നു. അങ്ങനെ ശരീഅത്തുള്ള നബിമാർ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാം, അതുപോലെ ഈസാ നബി അലൈഹി സ്വലാം, മൂസാ നബി അലൈഹി സ്വലാം തുടങ്ങിയ ആളുകൾ. ഇന്ന് ലോകത്ത് ഈസാ നബി അലൈഹി സ്വലാമിന്റെയും മൂസാ നബി അലൈഹി സ്വലാമിന്റെ അനുയായികളായി അവകാശപ്പെടുന്നവർ മാത്രമേ മറ്റു മതക്കാരായിട്ടുള്ളൂ. എന്നാൽ മൂസാ നബി അലൈഹി സ്വലാം കുറെ കാലം പ്രബോധനം നടത്തി. അതിനുശേഷം വേറൊരു പ്രവാചകൻ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ നിയമം, അള്ളാഹുവിന്റെ നിയമം, ഭരണഘടന എന്താ പറയുന്നത്? സമസ്തയുടെ ഭരണഘടന പറയുന്നത് പോലെ ജനറൽ ബോഡി വിളിച്ചുകൊണ്ട് പുതിയ പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞതുപോലെ പുതിയ ശരീഅത്ത് വരുന്ന സമയത്ത് പഴയ ശരീഅത്ത് വിടണം. പുതിയ ജനറൽ ബോഡി ചേർന്ന് യോഗം ചേർന്ന് വേറെ ആളെ തീരുമാനിച്ചാൽ ആ പഴയ ആൾ പ്രസിഡന്റാണ്, ഇത് തന്നെയാണ് നിൽക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാമിന്റെ ശരീഅത്ത് പരിഗണിക്കാതെ ഈസാ നബി അലൈഹി സ്വലാം വന്നതോടുകൂടെ പുതിയ ശരീഅത്തായി. എന്നുവെച്ചാൽ അന്ന് മതത്തിന്റെ നേതൃത്വം ഈസാ നബിക്കാണ്. അപ്പൊ അന്ന് ജൂതന്മാരെന്ത് ചെയ്തു? ഞങ്ങളിത് വിടൂല, ഞങ്ങൾക്ക് ഇതന്നെ മതി തന്നെ കണ്ട് ആ സംഘടനയായിട്ട് നടന്നു എന്നതുപോലെയാണ് ഇപ്പൊ മറുവിഭാഗം. പുനഃസംഘടിപ്പിക്കപ്പെട്ട സമസ്ത അത് ഞങ്ങൾ അംഗീകരിക്കൂല. കാരണം എന്താ? ദൈവിക നിയമമായിരുന്നു അന്ന് എന്ത് ശരീഅത്ത് പുനഃസംഘടിപ്പിക്കണം എന്നുള്ളത്. ഇത് സമസ്തയുടെ ഭരണഘടനാ നിയമമാണ്. കാലഘട്ടങ്ങൾക്കനുസരിച്ച് ജനറൽ ബോഡി ചേർന്ന് പുനഃസംഘടിപ്പിക്കണം എന്നുള്ളത്. പുനഃസംഘടനയിൽ പല ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവൂല, അതൊക്കെ ആ ജനറൽ ബോഡിയിൽ ഇഷ്ടമാണ്. ഇങ്ങനെ സംഘടിപ്പിച്ചതാണ്. അതുകൊണ്ട് SSFകാരോട് പറയുന്നത് സമസ്ത രണ്ടില്ല, ഒരു ചേളാരി സമസ്ത എന്നൊരു സാധനമില്ല, സമസ്ത ഒന്നേ ഉള്ളൂ. അബദ്ധത്തിൽ പോലും ചേളാരി സമസ്ത എന്ന് പറഞ്ഞു പോകരുത്. അത് പറഞ്ഞാൽ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ആ ആദർശത്തിന് ഘടകവിരുദ്ധമായിട്ട് തർക്കുൽ മുവാലാത്ത് ബലികഴിച്ച അവർക്ക് അംഗീകാരം നൽകലാകും. ആ മഹാന്മാരുടെ കുരുത്തക്കോട് പോലും നമുക്ക് തട്ടിപ്പോകും എന്നുള്ളത് പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. ഇങ്ങനെ നീങ്ങിയ സമയത്താണ് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നേരിടേണ്ടി വന്നു. സമസ്തയുടെ പുനഃസംഘടനയുണ്ടായി. അതിനുശേഷം പിന്നെ പുനഃസംഘടിപ്പിക്കപ്പെട്ട സമസ്തക്ക് യാതൊരു നിലനിൽപ്പില്ലാത്ത രീതിയിൽ ആണ് എന്ന് അവർ പറഞ്ഞുകൊണ്ട് ലീഗ് മുഴുവനും അവരെ സപ്പോർട്ട് ചെയ്തു. മഹല്ലുകളിൽ മുഴുവനും സുന്നി പ്രവർത്തകന്മാരെ അടിച്ചോടിക്കാനും അവരെ എല്ലാ നിലക്കും ബഹിഷ്കരിക്കാനുമുള്ള തീരുമാനങ്ങൾ എടുത്തു. അങ്ങനെ സുന്നികൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെ ആയിരുന്നു. 8-9 ആളുകളെ അവർ കൊല ചെയ്തു, സുന്നത്തുമായതിനു വേണ്ടി പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ. ഇങ്ങനെയൊക്കെ വളർന്നു വന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് ആർക്കാണ് അധികാരം, ആർക്കാണ് 100ാം വാർഷികം ആഘോഷിക്കാനുള്ള യോഗ്യതയുള്ളത് എന്ന് സംശയിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പുലർത്തിപ്പോന്ന ആദർശം ഏത് ഒരു സംഘടനക്കാണുള്ളത് എന്ന് താരതമ്യപ്പെടുത്തിയാൽ മതി. തർക്കുൽ മുവാലാത്തിന് വേണ്ടിയാണ് സമസ്ത ഉണ്ടാക്കിയത്. അത് അപ്പുറത്തുള്ളതിന് ഏതെങ്കിലും ഉണ്ടോ? ഇങ്ങനെ സമസ്ത ഇപ്പൊ അഭിനവ സമസ്തയാണെന്ന് അഭിനയിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ എന്താണ്? പാണക്കാട് തങ്ങന്മാരും സമസ്തയും കൂടി ഭയങ്കര ബന്ധമാണ്. പാണക്കാട് തങ്ങളെ വിശ്വസിച്ചാലേ സമസ്തക്കാരാവോ എന്ന രീതിയിലാണ് അവരുടെ നീക്കം. അങ്ങനെ എന്നാണ് ഈ സമസ്തക്കാരായിട്ട് പാണക്കാട് തങ്ങന്മാർ വന്നത്? പൂക്കോയ തങ്ങളെ സമസ്തയുടെ ഒരു മെമ്പറാക്കുന്നതിന് മുമ്പ് പാണക്കാട് തങ്ങൾക്ക് സമസ്തയിൽ എന്താ ബന്ധം? പാണക്കാട് തങ്ങൾ എന്നാ മുഷാവർ അംഗാകുന്നത്? സമസ്ത 26 രൂപീകരിച്ചിട്ടുണ്ട്. 50 വരെയും 50-ന് ശേഷവും ഒക്കെ അംഗമായിട്ടുണ്ടോ? അപ്പൊ ആ വർഷത്തിലുള്ള 30 വർഷത്തോളം പാണക്കാട് ഒരാളുണ്ടായിട്ടില്ലല്ലോ. പൂക്കോയ തങ്ങൾ മരിച്ചതിന് ശേഷം 89 വരെയും ഒരാളുണ്ടായിട്ടില്ല. 89-ന് ശേഷം പിന്നെ ആരും ഉണ്ടായിട്ടില്ല. പാണക്കാട് നിന്ന് ആൾ ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിന് 1ാം സ്ഥാനം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രതിപത്തി ഇല്ലാത്ത ഒരാൾ ഉണ്ടായിരുന്നു മാത്രം. അങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ പാണക്കാട് കുടുംബം ഉണ്ടായെങ്കിലേ സമസ്താവൂ എന്ന ഒരു വിവരക്കേട് പിന്നീട് കടന്നുകൂടിയതായ ഒരു ധാരണയാണ്. അതൊക്കെയാണ് ഈ സംഘടനയും ആ സംഘടനയും തമ്മിൽ വേർതിരിച്ചു നിർത്തുന്നത്. ആ പാണക്കാട് തങ്ങന്മാർക്കും അല്ലെങ്കിൽ അവിടുത്തെ കുടുംബത്തിനും തർക്കുൽ മുവാലാത്ത് എന്താണ്? പുല്ലുവിലയാണ്. ആ പാണക്കാട് തങ്ങന്മാരിൽപ്പെട്ട ഒരാളെ തന്നെയാണ് അവർ SYSന്റെ പ്രസിഡന്റ്. KNMന്റെ സാധനം പോയാണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹമാണ്. എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഇവിടെ തർക്കുൽ മുവാലാത്ത് ഉണ്ടോ ഇല്ലേ, ആർക്കാണ് തർക്കുൽ മുവാലാത്ത് പാലിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് ഇന്ന് വരക്കൽ മുല്ലക്കോയ തങ്ങൾ വന്നിട്ട് 2 സംഘടനയും കൂടി വിലയിരുത്തുകയാണെങ്കിൽ ആർക്കാണ് ഈ കാരണം? മറുവിഭാഗത്തിന് അടിച്ചോടിക്കും അദ്ദേഹം. കാരണം എന്ത് തർക്കുൽ മുവാലാത്ത് എന്തിനു വേണ്ടി ഉണ്ടാക്കിയ സമസ്ത ആ ലക്ഷ്യത്തിന് എതിരായിട്ട് നീങ്ങുന്ന ആളുകളെയും കീഴടങ്ങളെയാണ് നിലനിർത്തുന്നത്, അതിന്റെ നേതാക്കന്മാരെ. അപ്പൊ ഈ ശരീഅത്തും മറ്റും ഹഖീഖത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളെയും തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവർ സമസ്തയുടെ മുൻകാല നേതാക്കന്മാർ അവരുടെ മേൽ ഫാത്തി ഓതിയിട്ട് തുടങ്ങലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉറഞ്ഞു തുള്ളുന്ന പരിപാടി ഉണ്ടല്ലോ. പക്ഷേ ആ അവകാശവാദം അവർക്കില്ല.
അവകാശവാദം അവർക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. കാരണം അവര് സമസ്ത അവരാണ്, ഒറിജിനൽ അവരാണ് എന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മൾ സമസ്തക്ക് വേണ്ടി പ്രചരണം തുടങ്ങിയപ്പോൾ 100ാം വാർഷികം മാത്രം നിങ്ങൾ ആഘോഷിക്കുന്നു, നിങ്ങളുടെ 90 ആഘോഷിക്കുന്നു, അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. സമസ്ത എന്ന് പറയുന്നത് ഉലമാ സംഘടനയാണ്. ആ ഉലമാ സംഘടനത്തിന് എല്ലാ സമയത്തും സമ്മേളനങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല. 60ാം വാർഷികം എന്നുള്ളത് അന്ന് കാലഘട്ടം ഒരു അനിവാര്യമായിരുന്നു. പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നിപ്പുള്ള ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതൊക്കെ തീർന്നു എന്ന് സാമാന്യ ജനങ്ങളെ അറിയിക്കാൻ നിർബന്ധമായി, അതുകൊണ്ട് അന്ന് നടത്തി. അതിന് ശേഷം സമ്മേളനങ്ങൾ പലപ്പോഴും ഉലമാ സമ്മേളനം നടത്തിയിട്ടുണ്ടല്ലോ. തൃശ്ശൂരിൽ നടന്നു 3 വർഷം മുമ്പ്, അതുപോലെ അതിന് മുമ്പ് എടരിക്കോട് വെച്ച് നടന്നു. അങ്ങനെ പലയിടത്തും വെച്ചാണ് സമ്മേളനം നടന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സാന്ദർഭികമായി നടത്തും. പിന്നെ അങ്ങനെ 100ാം വാർഷികം ആകുമ്പോൾ പിന്നെ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് സമ്മേളനം നടത്തും. അതിപ്പോ പ്രഖ്യാപിച്ചു, ഇനി 2-3 വർഷം അതിന് പ്രചരണത്തിനുണ്ട്, അത് നടക്കുന്നു എന്നല്ലാതെ അതൊന്നുമല്ല ചോദ്യം. ഇതുവരെ ഞങ്ങളെ സമസ്ത എന്ന് തന്നെയാണ്. നിങ്ങളിങ്ങനെ സമസ്താനായിട്ട് എത്ര കാലം പോകും എന്ന് നോക്കി നിൽക്കുകയായിരുന്നു നമ്മൾ. എന്നാൽ നിങ്ങളാണ് സമസ്തയെങ്കിൽ കോടതിയിൽ പോയിട്ട് ഒരു കേസ് കൊടുക്കൂ. രണ്ട് പേരിൽ ഒരു സംഘടന നേതൃത്വമല്ലോ. അപ്പൊ എന്തുകൊണ്ട് അതിന് മടിക്കുന്നു? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ല, നടപ്പിലാക്കാൻ നിയമപരമായി ഇതാക്കാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തിനാ കേസ് കൊടുക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത് വെച്ചല്ലോ, മറുവിഭാഗം സംസ്ഥാനം ഞങ്ങൾ അംഗീകരിക്കണില്ലല്ലോ. പിന്നെ അവരെന്തെങ്കിലും പറഞ്ഞു കിടക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് യാതൊരു പ്രശ്നമുള്ളതല്ലോ. അപ്പൊ അതാണ് നമുക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പൊ പുതുതായിട്ടിപ്പോ ആ വിഭാഗം അവർക്ക് സംഭവിച്ചതായ വ്യതിയാനങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് വ്യതിയാനങ്ങൾ വഹാബികളോടൊപ്പം കൂട്ടുകൂടുന്നതിനും വഹാബികളോടൊപ്പം നീങ്ങുന്നതിനും യാതൊരു പ്രശ്നമില്ല. സമസ്തയുടെ സ്ഥാപിത നേതാക്കൾ രാഷ്ട്രീയമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞതാണ്. ഇപ്പോഴത്തെ MT മുസ്ലിയാരെ നമ്മൾ പ്രഖ്യാപിച്ചു കണ്ടല്ലോ. സമസ്ത എന്നാൽ ലീഗാണ്, ലീഗ് എന്നാൽ സമസ്തയാണ്. അങ്ങനെയാണല്ലോ അദ്ദേഹത്തിന്റെ പുതിയ ആപ്തവാക്യം. എന്നാൽ ഈ ലീഗിനെതിരെയാണ് സമസ്തയുടെ സുവനീർ പരിശോധിച്ചാൽ, 60ാം വാർഷിക സുവനീർ പരിശോധിച്ചാൽ അറിയാം, സമസ്തയുടെ തീരുമാനങ്ങൾ എതിരായിട്ടെടുത്ത തീരുമാനങ്ങൾ മഹാഭൂരിഭാഗവും ലീഗ് നേതാക്കന്മാർ സുന്നത്ത് ജമാഅത്തിനെതിരെ നീങ്ങിയപ്പോൾ എടുത്ത തീരുമാനങ്ങളാണ്. സുവനീർ വായിച്ചാൽ എല്ലാവർക്കും അറിയാം. ഇങ്ങനത്തെ ലീഗും സമസ്തയും കൂടി ഭയങ്കര ബന്ധാണെന്നാണ് ഇപ്പൊ MT മുസ്ലിയാർ പറയുന്നത്. എന്ത് ബന്ധാന്ന് അറിയില്ല. സമസ്ത ഒരുപാട് കാലം തീരുമാനം എതിരായി എടുത്ത സംഘടനയാണോ സമസ്തന്റെ രാഷ്ട്രീയ പാർട്ടി? അപ്പൊ സമസ്തക്ക് രാഷ്ട്രീയപരമായിട്ട് ഒരു ബന്ധവുമില്ല, ഒരു പാർട്ടി രാഷ്ട്രീയവുമില്ല എന്ന സമസ്തയുടെ നയം പൊളിച്ചെയ്തിട്ട് അണികൾക്കതാകാം, മെമ്പർമാർക്കതാകാം എന്ന് പൊളിച്ചെയ്തു. അവസാനം സമസ്ത എന്ന് പറഞ്ഞാൽ ലീഗാണ്, മതപരമായി സമസ്തയും രാഷ്ട്രീയമായി മുസ്ലിം ലീഗും എന്നാണിപ്പോ MTയുടെയും മറ്റും ഒക്കെ ഇപ്പോഴത്തെ കണ്ടത്തിൽ. ഇപ്പോഴത്തെ വലിയ നേതാക്കന്മാർ അവരാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പാരമ്പര്യവും ഇല്ല, ആദർശവും ഇല്ല സമസ്തന്റെ രംഗത്ത്. അതുകൊണ്ട് സമസ്ത എന്നൊരു നിമിഷം പോലും അവകാശപ്പെടാൻ അവർക്ക് അർഹതയില്ല. മതപരമായി സമസ്തയാണ്, അത് ശരിയാണ്. രാഷ്ട്രീയപരമായി ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടും സമസ്തക്ക് ഒരു ബന്ധവുമില്ല. നമ്മളെ വിഷയങ്ങൾ പരിഗണിക്കുന്നവരെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് പരിഗണിക്കും എന്നല്ലാത്ത സമസ്തക്കെതിരെയാണ് മിക്ക തീരുമാനങ്ങളും സമസ്ത എടുത്തിട്ടുണ്ട്. ലീഗിനെതിരെയാണ് സമസ്തയുടെ മിക്ക തീരുമാനങ്ങളും എതിരായിട്ടുള്ളത്. രാഷ്ട്രീയക്കാർ സമസ്തയെ എതിർത്തപ്പോൾ, ശരീരത്തിന് എതിർത്തപ്പോൾ അതിനെതിരെ തീരുമാനം എടുത്തത് മിനിറ്റ്സ് വായിച്ചു നോക്കിയാലേ അറിയാം. മിനിറ്റ്സ് എഴുതിയിട്ടുണ്ട് 60ാം വാർഷിക സുവനീറിൽ. എല്ലാവരും അംഗീകരിച്ച് ഇറക്കിയ സുവനീറാണ്, നിഷേധിക്കാൻ പറ്റൂല. ലീഗ് സമസ്തയുടെയും സമസ്ത ലീഗിൻ്റെതും എന്നാണ് പുതിയ ആപ്തവാക്യം. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉണ്ടാക്കിയ സമസ്ത അല്ല, സംഘടനയല്ല അപ്പുറത്തുള്ളത് എന്ന് നമ്മൾ പറയുന്നത്. മാത്രമല്ല അവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പുണ്യ സമസ്ത അവർ പറഞ്ഞിട്ടുമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പുണ്യ സമസ്ത എന്ന് പറയില്ല. അങ്ങനെ ഒരു സമസ്ത വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് നിരുപാധികം പേര് പറയാതെ AP സമസ്ത എന്നോ മറ്റോ പറയാതെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ട 89 മുതൽ രാഷ്ട്രീയ അടിമത്തം സമസ്തന്റെ മേൽ വരിഞ്ഞു മുറുക്കിയിരുന്ന എല്ലാ വിധേയത്വങ്ങളെയും അടിച്ചുമാറ്റി സുന്നത്ത് ജമാഅത്തിന് മാത്രം പ്രാധാന്യം നൽകുന്ന ഒരു വിഭാഗത്തിന്റെ മേൽ സമസ്ത ജനറൽ ബോഡി ഏൽപ്പിച്ച ആ സംഘടന മാത്രമാണത്. അവർക്ക് രാഷ്ട്രീയമായ വിധേയത്വമില്ല. ഒരു പാർട്ടിയും പ്രത്യേകമല്ല. നമ്മെ എതിർത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയോട് കുറച്ച് എതിർപ്പ് കൂടുതലുണ്ടാവും എന്നല്ലാതെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ സമസ്തക്ക് സമാണ്. സമസ്തയെ എതിർക്കാത്ത രാഷ്ട്രീയ പാർട്ടിക്കാരോട് ഒരു സമീപനം, എതിർത്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു സമീപനം എന്ന് അത് നടക്കുമല്ലോ. സമസ്തയെ എതിർക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടും ഒരു സമീപനമാണ്. എതിർക്കുന്നവരോട് പിന്നെ എതിർക്കുന്ന കാഴ്ചപ്പാടുമായിരിക്കും സമസ്തക്ക് ഉണ്ടാവുക. ഇതാണ് അത് സംബന്ധമായി പറയാനുള്ളത്. മുഷാവറയിൽ ഒരു ഇരട്ട പൗരത്വം പാടില്ല. അതൊക്കെ പഴയകാലത്തില്ലാത്തതാണ്, ഇപ്പൊ പുതുതായിട്ട് കൊണ്ടുവന്നതാണ്. ലീഗും ആകാം, അതുപോലെ സമസ്തയാകാം. ആ മുല്ലക്കോയ തങ്ങൾ ഉണ്ടാക്കിയ സമയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി, അന്ന് കോൺഗ്രസ് ആണുള്ളത്, കോൺഗ്രസിലും ആകാം ഇതിലും ആകാം എന്നുള്ള തീരുമാനമില്ല. രാഷ്ട്രീയപരമായിട്ട് വ്യക്തികൾക്ക് വോട്ട് ചെയ്യുന്ന സമയത്ത് ഇഷ്ടംപോലെ ചെയ്യാന്നല്ലാതെ രാഷ്ട്രീയക്കാരനായി ഇങ്ങനെ നടക്കും ചെയ്യാം,
പണ്ഡിതന്മാരെ സ്റ്റേജിൽ വെച്ചിട്ട് ദീന് പറയുകയും ചെയ്യുക. അത് പറഞ്ഞാൽ തന്നെ എല്ലാവരും ഉൾക്കൊള്ളൂല. അതുകൊണ്ടാണ് സമസ്തക്ക് രാഷ്ട്രീയമായി ബന്ധമില്ല എന്ന് നേരത്തെ തന്നെ നേതാക്കന്മാർ വ്യക്തമാക്കിയത്. എന്നാൽ ഇപ്പോൾ ഇവർ കൊണ്ടുനടക്കുന്ന സമസ്ത അതല്ല എന്ന് തെളിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അഥവാ സമസ്തയും ലീഗും ഒന്നാണ്, പാണക്കാട്ട് അംഗീകാരം വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറച്ച് പ്രഖ്യാപനങ്ങളുണ്ടല്ലോ ഇപ്പോഴത്തെ പുതിയ നേതൃത്വത്തിന്റെ വക്കൽ നിന്ന്, അവരുടെ വക്കൽ നിന്നുള്ള, അവരുടെ സംഘടനയുടെ. സമസ്ത എന്ന അബദ്ധത്തിൽ പോലും ആരും അതിനെക്കുറിച്ച് പറഞ്ഞു പോകരുത്. സമസ്ത രണ്ടുണ്ടോ ഒന്നാണോ എന്ന് സമസ്ത ജനറൽ ബോഡി ചേർന്ന് തീരുമാനിച്ചാൽ പിന്നെ ആ ജനറൽ ബോഡിക്ക് അംഗീകാരം ഇല്ല എന്നാണെങ്കിൽ അന്നൊക്കെ കോടതി പോയിട്ട് വരെ നിർത്താമായിരുന്നല്ലോ. അന്ന് മുതലേ നമ്മൾ 3 വർഷം കൂടുമ്പോൾ ഒക്കെ സമ്മേളനം നടത്തിക്കണ്ട് ജനറൽ ബോഡി ചേർന്നിട്ട് പുനഃസംഘടിപ്പിക്കലുണ്ട്. പത്രത്തിൽ വരലുണ്ട്. സമസ്ത മുഷാവറ ചേർന്നു പത്രത്തിൽ വരലുണ്ട്. ഇപ്പൊ മാത്രം ഒരു ഹാലളക്കത്തിന്റെ ആവശ്യമില്ല. സമസ്ത അന്ന് മുതലേ ആവശ്യമായ രീതിയിൽ പണ്ഡിത സംഘടന നൽകി ഇങ്ങനെ എല്ലാവരോടും മുമ്പിൽ എന്ന് പറഞ്ഞാൽ സമസ്ത തന്നെയാണ് ഉറഞ്ഞു തുള്ളൂല്ലോ. ആവശ്യമാവുന്ന സമയത്ത് അതൊക്കെ പറയും. 3 വർഷം കൂടുമ്പോൾ ജനറൽ ബോഡി ചേരും. അന്ന് പൊതുസമ്മേളനങ്ങൾ നടക്കാറുണ്ട് എന്നതുപോലെ 100ാം വാർഷികം പിന്നെ എല്ലാ സമ്മേളനത്തിനും മാറിയില്ലല്ലോ. അത് വലിയൊരു ശരിക്കും ഒരു അരങ്ങേറ്റായിട്ട് നടത്തേണ്ടതാണല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ ആ പ്രഖ്യാപിച്ചതിന്റെ ഫലം എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൽ ഹാലളകിയിട്ട് യാതൊരു കാര്യവുമില്ല. സത്യത്തിന്റെ ആളുകൾ എന്നും വിജയിച്ചുകൊണ്ടിരിക്കും. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് മരിക്കുന്നത് വരെയും ഈ ജനറൽ സെക്രട്ടറി എ പി ഉസ്താദിനെ കുറിച്ചോ ഉള്ളാദങ്ങളെ കുറിച്ചോ പറഞ്ഞതുപോലുള്ള ഒരു മോശമായ ഒരു അഭിപ്രായവും അദ്ദേഹം പറഞ്ഞിട്ടില്ല. മുഖം കഴട്ടെ എന്ന് തോർന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തോർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ നിലവാരം തന്നെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ അവഹേളിക്കുന്നതിന് സമാനമാണ്. മുഖം കെടട്ടെ എന്ന് ദ്വാരക്കാൻ പാടില്ല എന്ന് ബുഖാരിന്റെ ഹദീസ് ഓതുകയും ഓതിക്കൊടുക്കുകയും ചെയ്ത അവരാണ്. ഏതൊരു ശത്രുവിനെ കുറിച്ചും അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഹദീസിലുണ്ട്. ആ ഹദീസിൽ പറഞ്ഞ ആശയത്തിനെതിരെ കണ്ണിയത്ത് ചെയ്തു എന്നാണ്, കണ്ണിയത്തിന്റെ ആളാണെന്ന് അവകാശപ്പെട്ട് നടക്കുന്ന ഇവർ പറയുന്നത്. അത് അദ്ദേഹത്തിനെ സ്നേഹിച്ചുകൊണ്ടോ മധു പറഞ്ഞുകൊണ്ടോ ആണോ? അവഹേളിക്കലല്ലേ. നമ്മളിൽപ്പെട്ട ആരെങ്കിലും പണ്ഡിതന്മാർ ഏതെങ്കിലും ഹദീസിനെതിരായിട്ടോ മറ്റോ പറഞ്ഞതായി നമുക്ക് ബോധ്യപ്പെട്ടാൽ അത് നമ്മൾ പരസ്യമായി പറയുകയേ ചെയ്യില്ല. കാരണം എന്താ? അത് അവരെ അവഹേളിക്കുന്നതിന് സമാനമാണ്. എന്നതുപോലെ ആ ബുദ്ധിയെങ്കിലും മനസ്സിലാക്കാതെ ഈ പറയുന്നത് കണ്ണിയത്ത് ഉസ്താദിന്റെ പിന്തുണട്ടാൻ വേണ്ടി ഇല്ലാത്ത കളവൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നൊരു കളവ് എന്നല്ലാതെ അദ്ദേഹത്തിന്റെ ബോധ മനസ്സിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു എതിരായ പ്രാർത്ഥന ഉണ്ടായാൽ അദ്ദേഹത്തിന്റെ ബോധ മനസ്സ് സമസ്ത ഉണ്ടാക്കിയ നേതാക്കന്മാരുടെ മനസ്സിന് കൂടെ തെർക്കുൽ മുവാലാത്ത് പാലിച്ചുകൊണ്ടുള്ള ആ രീതി മാത്രമാണ് അദ്ദേഹത്തിൽ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പറയപ്പെട്ട എറണാകുളം സമ്മേളനത്തിലേക്ക് ഉള്ളാൾ തങ്ങളും അംസ മുസ്ലിയാരും പോകണമെന്ന് പറഞ്ഞത് സത്യമാണ്. ആ അദ്ദേഹത്തിന്റെ മകൻ കുഞ്ഞുമോന് അത് കേട്ട സാക്ഷിയാണ്. അദ്ദേഹം സത്യം പറയുമെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കാം. സത്യം പറയുമെങ്കിൽ അദ്ദേഹം പറയും. അല്ലെങ്കിൽ പിന്നെ അസത്യം പറയുകയാണെങ്കിൽ അതിന് പിന്നെ വേറെ സാക്ഷിയൊന്നും കൊടുക്കാൻ കഴിയില്ല. ഇങ്ങനത്തെ ക്ഷണിക്കാൻ പോകുമ്പോൾ അതിന് 10-100 സാക്ഷികളൊന്നും കൊണ്ടാൻ കഴിയത്തില്ല. അന്ന് ക്ഷണിക്കാൻ പോയവരൊക്കെ ഏകദേശം മരിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഇത് സംബന്ധമായി പറയാനുള്ളത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടി അനുഗ്രഹിച്ച് തന്നൊരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒന്ന് മാത്രമേ ഉള്ളൂ. അത് പലതുണ്ട്, രണ്ടുണ്ട് എന്നൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അബദ്ധത്തിൽ പോലും അപ്പുറത്തിനെ കുറിച്ച് സമസ്ത എന്ന് പറയുന്നത്. ചേളാരി പണ്ഡിത സംഘടന എന്ന് പറഞ്ഞോളൂ, ചേളാരി മുഷാവറ എന്ന് പറഞ്ഞോളൂ. സമസ്ത എന്ന് പറഞ്ഞാൽ മുല്ലക്കോയ തങ്ങൾ, വരക്കൽ തങ്ങൾ ഇഷ്ടപ്പെടില്ല, പാങ്ങിലത് ഇഷ്ടപ്പെടില്ല. കാരണം ഒരു സെക്കൻഡ് പോലും വഹാബിനേറ്റ് സന്ധിയില്ലാത്ത സമരം നടത്തിയവരാണ് അവർ. അങ്ങനെയുള്ള വഹാബിന്റെ മീറ്റിംഗ് പോയി ഉദ്ഘാടനം ചെയ്യുന്ന പ്രസംഗിക്കുന്ന ആളുകൾ, ആ കുടുംബമാണ് സമസ്ത എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ അതിന്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ആളാണ് SYSന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ, മുല്ലക്കോയ തങ്ങൾ കറാമത്തായിട്ട് വന്നാൽ ഇപ്പൊ ഇവരൊന്നും ഈ സമസ്ത എന്ന പേരിൽ അറിയപ്പെടാൻ അനുവദിക്കില്ല, അടിച്ചാട്ടും അവരൊക്കെ. അപ്പൊ അതാണ് അത് സംബന്ധമായിട്ട് മനസ്സിലാക്കാനുള്ളത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് സമസ്തയുടെ ഈ അപഥസഞ്ചാരത്തെ തടഞ്ഞു നിർത്തുന്ന വിഷയത്തിൽ ധീരനിൽ ധീരനായ TC മുഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹത്തെ പലരും അവഗണിച്ചു. അദ്ദേഹത്തിന് ആ സ്റ്റേ വാങ്ങുന്ന സമയത്ത് തന്നെ അറിയാം എന്നെ കണ്ണിയത്തിന്റെ EKയുടെ ശത്രുവാണ്, എന്റെ ഗുരുത്തക്കേട് തെറ്റി എന്നൊക്കെ ഒരുപാട് ആളുകൾ പറയും എന്നൊക്കെ അദ്ദേഹം ബോധത്തോടുകൂടി ഈ സംഘടന രക്ഷിക്കണം, ഈ പ്രസ്ഥാനത്തെ രക്ഷിച്ചെടുക്കണം, അത് അർഹമായ കരങ്ങളിൽ ഏൽപ്പിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് അദ്ദേഹം സ്റ്റേ കൊടുത്തത്. ആ സ്റ്റേ വിജയിച്ചു. ആ സ്റ്റേ കൊണ്ട് തന്നെയാണ് പിന്നീട് ജനറൽ ബോഡി ചേരേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായത്, സമസ്ത പുനഃസംഘടിപ്പിച്ചത്. അപ്പൊ അദ്ദേഹത്തെ നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല എന്ന് പുതിയ പ്രവർത്തകന്മാരോട് പ്രത്യേകമായി ഉണർത്തുകയാണ്. AP ഗ്രൂപ്പിൽ അല്ലെങ്കിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ട യഥാർത്ഥ സമസ്തയുടെ ആളുകളിൽ ഏറ്റവും ധീരൻ ആരാണ് എന്ന ചോദ്യത്തിന് ഞാൻ മറുപടി പറയല് TC മുഹമ്മദ് മുസ്ലിയാരാണ് എന്നാണ്. അതിന്റെ പേരിൽ അദ്ദേഹത്തിന് ദർസ് നഷ്ടപ്പെട്ടു, ഒരുപാട് ത്യാഗങ്ങൾ അദ്ദേഹത്തിന് സഹിക്കേണ്ടി വന്നു. അതൊക്കെ ഉണ്ടാകുമെന്ന് അറിയുന്നതിനോട് കൂടെ ചെയ്ത
ദീനിനു വേണ്ടി ഇഖ്ലാസോടുകൂടി ചെയ്ത അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനമാണിത്. സമസ്തക്കെതിരെ സ്റ്റേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞു തള്ളുന്നുണ്ടല്ലോ, പച്ചക്കള് പറയുന്ന പൂക്കോട്ടുകാരനും അമ്പലക്കടുകാരനൊക്കെ കണ്ണിയത്ത് ഉസ്താദിനെ കോടതി കയറ്റി, പിന്നെ അതുപോലെ ഇ കെ കോടതി കയറ്റി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവരൊക്കെ ഹലാലായ നിക്കാഹിൽ ജനിച്ചവരാണെങ്കിൽ കണ്ണിയത്ത് ഉസ്താദിനെയും ഇ കെയെയും കോടതി കയറ്റിയതായ ഒരു തെളിവ് ഇവർക്ക് ഏതെങ്കിലും കാണിക്കാൻ കഴിയുമോ? സമസ്തക്കെതിരെ സ്റ്റേ വരുമ്പോൾ അതിനെക്കുറിച്ച് രേഖകളും വാദങ്ങളൊക്കെ നടക്കും. അപ്പോൾ ആരും ഈ രാജ്യത്ത് ജനിച്ചവരൊന്നും നിയമത്തിന് അതീതരല്ലല്ലോ. നിയമം ലംഘിച്ചുകൊണ്ട് അവർ നടക്കുന്ന സംഘടനയിലോ കുടുംബത്തിലോ ഒക്കെ എതിരായിട്ടുണ്ടോ ചിലപ്പോൾ മരുമകളെ പീഡിപ്പിച്ചതിന് വേണ്ടി അറസ്റ്റ് വരെ മുശാവറത്തേക്ക് വന്നിന്ന് വരും. അപ്പൊ അതൊക്കെ നേരിടാൻ തയ്യാറാകേണ്ടി വരും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ആണത്തത്തോടു കൂടി സംഘടനക്ക് പ്രവർത്തിക്കല്. ആണുങ്ങൾക്കുള്ളതാണ് ഈ കോടതി, നിയമം, ജയില് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിൽ കയറ്റാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ പച്ചക്കള പറയരുത്. കയറിയാലും അതൊരു അഭിമാനമാണ് ആൺകുട്ടികൾക്ക്. അല്ലാതെ സമസ്തയുടെ ഒരു നേതാവിനെയും സമസ്തക്കെതിരെയും ഒരു കേസ് എ.പി. ഉസ്താദോ ഉള്ളാൾ തങ്ങളോ അല്ലെങ്കിൽ ഈ മുഷാവറയോ കൊടുത്തിട്ടില്ല. ഇവര് പറയുന്ന കളവ് ഗീബൽസിനെ പോലെ പറഞ്ഞ് ഗീബൽസിന്റെ സ്വഭാവത്തിലേക്ക് ഉയർന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്തയ്ക്കെതിരെ, അവരുടെ സംഘടനയ്ക്കെതിരെ പോലും നമ്മൾ കേസ് കൊടുത്തിട്ടില്ല. അതേസമയം സമസ്തയിൽ ഒരു രജിസ്ട്രേഷന്റെ തർക്കം അതിന്റെ ഒരു കേസ് നിലവിലുണ്ട്. അതിപ്പോൾ ആർക്കും താല്പര്യമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ രജിസ്ട്രേഷൻ നിലനിൽക്കുന്നുണ്ട്. അതാണ് പ്രത്യേകമായി പറയാനുള്ളത്. അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് സമസ്ത ഉണ്ടെന്ന് ധരിക്കരുത്. ഇസ്ലാമിക ശരീഅത്തിന്റെ അതേ സ്വഭാവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. മൂസാ നബിയുടെ ശരീഅത്ത് ഈസാ നബി വന്നതോടുകൂടി ദുർബലമായി. അപ്പൊ അള്ളാഹിന്റെ നിയമമായിരുന്നു പുതുക്കണം എന്നുള്ളത്. എന്നതുപോലെ സമസ്തന്റെ ഭരണഘടന ആയിരുന്നു പുതിയ ശരീഅത്ത്, പുതിയ കാലഘട്ടം വരുമ്പോൾ അത് പുതുക്കണം. ജനബോഡി ചേർന്നിട്ടെന്ന് അങ്ങനത്തെ ജനബോഡി ചേർന്നു. അവരുടെ ഒരു ജനബോഡി ചേർന്നായിട്ട് രേഖയും കാണിച്ചിട്ടില്ല. അതിന് മുമ്പാണ് കള്ള രേഖ ഉണ്ടായി കണ്ട് ജനബോഡി ചേർന്ന് കൊടുത്ത്, പിന്നെ അതിന് ശേഷം ജനബോഡി അവർക്ക് ചേർന്നായിട്ട് നമ്മൾ കേൾക്കാറില്ല. അപ്പൊ സംസ്ഥാനം ഇങ്ങനെ ഉറഞ്ഞു തള്ളുന്നവരൊക്കെ അത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് രേഖ, ഇനി കൃത്രിമ രേഖന്റെ ആൾക്കാരായതുകൊണ്ട് അതും കൂടി ഒന്ന് കൃത്രിമമായി ഉണ്ടാക്കിക്കാണ്ട് കൈ പിടിക്കേണ്ടത് നല്ലതാണ് കേസും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. പ്രതിപക്ഷം ഇറങ്ങിപ്പോയാൽ അവരെ പുറത്താക്കിയെന്ന് സാധാരണ പറയാറില്ല. ഇനിയിപ്പോൾ ഒരു സമസ്തയിൽ തന്നെ ഇറങ്ങിപ്പോയി എന്ന് വെച്ചാൽ തന്നെയോ ഇറങ്ങിപ്പോയാലും ഇങ്ങോട്ട് തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ട്. ജനറൽ ബോർഡിനോട് പറഞ്ഞിട്ട്, പരമാധികാര ബോഡിയോട് കുട്ടികളെ എവിടെയെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായാൽ അതെന്താ പറയല്, വാപ്പാനോട് പോയിങ്ങാണ്ട് പറഞ്ഞുകാണ്ട് പ്രശ്നം പരിഹരിക്കലാണ്. മക്കൾ തമ്മിൽ തിരക്കുണ്ടായാൽ വാപ്പാനോട് പോയിങ്ങാണ്ട് പറഞ്ഞിട്ട് വാപ്പ പരിഹാരം കാണലാണ്. എന്നതുപോലെ മുഷാവറയിൽ കുറച്ച് തർക്കമുണ്ടായി, അവരിറങ്ങിപ്പോകുന്നത് കണ്ട് ജനറൽ ബോഡി ആവുന്ന പിതാവിനോട് പറഞ്ഞു. പിതാവ് അത് പരിഹരിച്ചു. ആ കച്ചറുണ്ടാക്കിയവരൊക്കെ മാറ്റി നിർത്തി, അബദ്ധസഞ്ചാരത്തിന് കൂട്ടുന്നവരൊക്കെ മാറ്റി നിർത്തി, പുതിയ ഊർജ്ജസ്വലത്തോടുകൂടെ യുവ നേതൃത്വം പോലെയുള്ള അന്നത്തെ ആ പുതിയ നേതൃത്വത്തിന് അധികാരം കൈമാറി. ഇതൊക്കെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പൊ ഇത്രയും അതിൽ മനസ്സിലാക്കാനുള്ളൂ. വേറെ ഇവർ തട്ടിവിടുന്ന കള്ളസഞ്ചാരങ്ങളൊന്നും തന്നെ ആരും തന്നെ മനസ്സിലാക്കരുത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒന്നേ ഉള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയും ഹക്കാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ സംവാദത്തിന് റെഡിയാവട്ടെ. ഈ പറഞ്ഞതല്ല കാര്യമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിൽ നമുക്ക് സംവിധാനിക്കപ്പെട്ട പുതിയ സംവിധാനം എന്ന നിലക്ക് നമുക്ക് കിട്ടിയ ഈ സമസ്തയുടെ എല്ലാ കാര്യങ്ങളും വളരെ റാഹത്തോടുകൂടെ മുന്നോട്ട് നീക്കുവാനും അതിൽ നിലക്കുവാനും, അതിൻ്റെ സമ്മേളനം 26-ൽ വരുമ്പോൾ അതിൽ പ്രത്യേകമായി നമ്മുടെ സംഘടനയ്ക്ക് ഊർജം നൽകിയ, നമ്മുടെയൊക്കെ നിലനിൽപ്പിന് എല്ലാവിധ ആധാരവും നൽകിയ ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിന് ഒരുപാട് കാലം ആ സമ്മേളനത്തിൽ പങ്കെടുക്കാനും അതിന് ശേഷവുമൊക്കെ ഉള്ള ദീർഘായുസ് നമ്മുടെ നേതാക്കൾക്ക് എല്ലാവർക്കും അള്ളാഹു നൽകുമാറാവട്ടെ. 26-ൽ നടക്കാനിരിക്കുന്ന ആ 100-ാം വാർഷികം ചരിത്ര സംഭവമായി മാറാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വേറെ ആര് എന്ത് പേരിൽ നടത്തിയാലും അതിനെ നാം അവഗണിക്കുക. അർഹമായ അവഗണനയോടുകൂടെ തള്ളിക്കളയുക. പരിഗണനയോടുകൂടെ ആരും തള്ളിക്കളയരുത് എന്ന് പ്രത്യേകം ഉണർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.